നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂടിലെത്തിയിരിക്കുന്നു രാജ്യം. അവസാനവട്ട സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടന്നിരിക്കുകയാണ് മുന്നണികൾ. പ്രഖ്യാപനങ്ങൾ ഉടനുണ്ടാകും. സിറ്റിംഗ് എംപിമാരെ തന്നെ ഇറക്കി കളം പിടിക്കാനാണ് UDF നീക്കം. മുതിർന്ന നേതാക്കൾക്കൊപ്പം പുതുമുഖങ്ങളെയും പരീക്ഷിക്കാൻ ഒരുങ്ങുന്നു LDF. അക്കൗണ്ട് തുറക്കാൻ കരുത്തരെ തന്നെ ഇറക്കും NDAയും. കഴിഞ്ഞ 2 ദിവസം മലബാറിലെയും മധ്യ കേരളത്തിലെയും മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയാണ് നാം പരിശോധിച്ചത്. ഇന്ന് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. തെക്കൻ കേരളത്തിലെ ഉൾപ്പെടെ 6 ജില്ലകളാണ് ഇന്ന് പരിശോധിക്കുന്നത്. ഇടുക്കി, മാവേലിക്കര, പത്തനംതിട്ട, കൊല്ലം, ആറ്റിങ്ങൽ, തിരുവനന്തപുരം. നോക്കാം ലോക്സഭയിലേക്ക് കേരളത്തിൽ ആരൊക്കെ. മാവേലിക്കര ലോക്സഭാ സീറ്റ് സുജിയ. മാവേലിക്കര ലോക്സഭാ സീറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഇപ്പോൾ എത്ര വീതമാണ് വോട്ട് വിഹിതം കയ്യിലുള്ളത് എന്നതൊന്ന് പരിശോധിക്കാം. മാവേലിക്കരയിൽ UDFന്റെ സിറ്റിംഗ് സീറ്റാണ്. കൊടിക്കുന്നിൽ സുരേഷ് കയ്യിൽ വെച്ചിരിക്കുന്ന പൊന്നുപോലെ പരിപാലിക്കുന്ന മണ്ഡലം. മാവേലിക്കരയിൽ UDFന്റെ കയ്യിൽ ഇപ്പോഴുള്ളത് 45.36% വോട്ടുകൾ. അത്രയുമാണ് കൊടിക്കുന്നിൽ സുരേഷ് സ്വന്തമാക്കിയത്. ആ കണക്കുകളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ LDFനാകട്ടെ 39.06% മാത്രമാണ് കഴിഞ്ഞ തവണ നേടാൻ കഴിഞ്ഞത്. അതായത് 6% വോട്ട് വ്യത്യാസം അവിടെ നിൽക്കുകയാണ്. NDAയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 13.75%. ഈ വോട്ട് വിഹിതം ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ വോട്ട് വിഹിതത്തിൽ നിന്ന് എങ്ങനെയാണ് അത് മാറി മറിയാൻ പോകുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കഴിഞ്ഞ നാല് തവണയും കൊടിക്കുന്നിൽ സുരേഷാണ്. അതെ, അതിൽ നിന്ന് എന്ത് മാറ്റം ഉണ്ടാകുമെന്നുള്ളതാണ് നോക്കേണ്ടത്. അല്ലെങ്കിൽ മാറ്റം ഉണ്ടാക്കാൻ ആരെ ഇറക്കുമെന്നുള്ളതാണ് നോക്കേണ്ടത്. 2004 CS സുജാത ജയിച്ചതിന് ശേഷം പിന്നീട് അങ്ങോട്ട് വിട്ട് കൊടുത്തിട്ടേ ഇല്ല. ഇക്കുറി അത് മാറുമോ സർ? തീർച്ചയായും മാവേലിക്കര കടുത്ത UDF അനുഭാവമുള്ള സീറ്റാണെങ്കിൽ തന്നെയും നോക്കൂ, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ വലിയ തരംഗമുണ്ടായിട്ടും, രാഹുൽ ഗാന്ധി അതുപോലെ തന്നെ ശബരിമല തരംഗമുണ്ടായിട്ടും വളരെ കുറച്ച് വോട്ടുകൾക്കാണ് കൊടിക്കുന്നിൽ സുരേഷ് അവിടെ നിന്ന് കരകയറിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു ശക്തമായ മത്സരം 2024 പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ 38,000 വ്യത്യാസമേ ഉള്ളൂ. 38,000 എന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ ചെറിയ ഭൂരിപക്ഷമാണ്. അപ്പോൾ അത്രയും വലിയ തരംഗം ഉണ്ടായിട്ട് പോലും അത്രയും ചെറിയ ഭൂരിപക്ഷത്തിലാണ് കൊടിക്കുന്നിൽ സുരേഷ് വിജയിച്ചിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു മത്സരം സ്വാഭാവികമായും ഇത്തവണ ഉണ്ടാകും. ആ മണ്ഡലത്തിന്റെ സ്വഭാവം കൂടി നോക്കേണ്ടതുണ്ട്. ഒരു കാർഷിക മേഖല അല്ലെ, ഓണാട്ടുകര അടക്കമുള്ള പ്രദേശങ്ങൾ, കുട്ടനാട് സംവരണ മണ്ഡലമാണ്. സംവരണ മണ്ഡലമാണ്. ആദ്യം അടൂരായിരുന്നു സംവരണ മണ്ഡലം, പിന്നീടാണത് മാവേലിക്കരയിലേക്ക് മാറിയത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഘടകമാകും? ഒരു ഘട്ടത്തിൽ നമുക്ക് കൊടിക്കുന്നിന് താല്പര്യമില്ല എന്നും മാറാൻ താല്പര്യപ്പെടുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിരുന്നു. അദ്ദേഹം ഇനി മത്സരത്തിനില്ല എന്നൊക്കെ കേട്ടിരുന്നു. പക്ഷെ നമ്മുടെ എതിരെ വന്നിരുന്നത് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം പക്ഷേ ഉണ്ടാകുമെന്ന് തന്നെ പറഞ്ഞു അല്ലേ? അതെ, നമുക്ക് സ്ഥാനാർത്ഥി സാധ്യതാ പട്ടിക. പക്ഷേ അവിടെ നമുക്ക് PR പ്രവീണയ്ക്ക് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് വളരെ ടഫ് കോമ്പറ്റീഷൻ നടക്കുന്ന മണ്ഡലമാണെന്ന് അദ്ദേഹം തന്നെ കൺസീഡ് ചെയ്യുന്നു. മാത്രമല്ല വളരെ ഇടതുപക്ഷത്തിന് നല്ല ശക്തമായ സ്വാധീനമുള്ള ഒരു ജില്ലകൾ, അതായത് ആലപ്പുഴ, പത്തനംതിട്ട, ഈ ജില്ലകളൊക്കെ ഉണ്ട് അതിനകത്ത്. കോട്ടയം ഉണ്ട്. CPയുടെ മണ്ഡലമാണ്. അതെ, അപ്പോൾ ആ പേരുകൾ നോക്കാം. ഒന്ന് CA അരുൺകുമാറാണ്. LDFിൽ നിന്ന് കേൾക്കുന്നത് CA അരുൺകുമാറാണ്. CA അരുൺകുമാർ എന്ന് പറയുമ്പോൾ കൃഷിമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അല്ലെ? AIYFന്റെ നേതാവാണ്. CA അരുൺകുമാർ മാത്രമാണ് മാവേലിക്കരയിൽ ഇപ്പോൾ CPI എത്തി നിൽക്കുന്ന ഒറ്റപ്പേര്. ഒറ്റപ്പേരിലേക്ക് എത്തി എന്ന് വേണം കരുതാൻ. അതെ, ഒറ്റപ്പേര്. ഇപ്പോൾ CA അരുൺകുമാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കർഷക ജാഥ, കർഷക മഹാസംഘം അതൊക്കെ മണ്ഡലത്തിൽ നടത്തിക്കൊണ്ട് അഡ്വക്കേറ്റ് കൂടിയാണ്. CA അരുൺകുമാർ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് മാവേലിക്കരയിൽ. കൊടിക്കുന്നിലിന് ഇത്തവണ കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല എന്നുള്ളത് ഉറപ്പാണ്. അഖിലേന്ത്യാ ദളിത് റൈറ്റ് മൂവ്മെന്റിന്റെ ഭാരവാഹി കൂടിയാണ് അഡ്വക്കേറ്റ് CA അരുൺകുമാർ. NDAയിൽ നിന്നുള്ള പേരുകൾ, ഒന്നിലധികം പേരുകൾ, 3 പേരുകളുണ്ട്. അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ, പന്തളം സുധാകരന്റെ സഹോദരനാണ് അല്ലേ? അതോടൊപ്പം P സുധീർ, തഴവ സഹദേവൻ. കഴിഞ്ഞ തവണ അവിടെ BDJS ആയിരുന്നു മത്സരം. അതെ, തഴവ സഹദേവനായിരുന്നു സ്ഥാനാർത്ഥി. 2019 BDJS അവിടെ 1,33,546 വോട്ട് സ്വന്തമാക്കിയിട്ടുമുണ്ട്. 1.25 ലക്ഷത്തിനും ഇത് വോട്ട് ഷെയർ കൂടി. അതെ, നമുക്ക് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകാൻ ഇപ്പോഴുള്ളത് PR പ്രവീണയാണ്. പ്രവീണ, കൊടിക്കുന്നിൽ സുരേഷ് എന്ന പേര് ഏതാണ്ട് ഉറപ്പിക്കുകയാണ്. അപ്പുറത്താരായിരിക്കും എന്നുള്ള കാര്യത്തിലാണ് സംശയം. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് 3 പേരുകൾ കേൾക്കുന്നു. LDFിൽ നിന്ന് CA അരുൺകുമാർ ഏതാണ്ട് ഉറപ്പിക്കുകയാണോ? അങ്ങനെയെങ്കിൽ എന്താണ് പ്രതീക്ഷ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. അവിടെ ഈ മണ്ഡലത്തിന്റെ സ്വഭാവം, പ്രവീണ എത്തും, മണ്ഡലത്തിന്റെ സ്വഭാവം ഒന്നുകൂടി പരിശോധിക്കുമ്പോൾ അവിടെ കർഷക ആത്മഹത്യകൾ നടന്നിട്ടുണ്ട്. അതെ, അതൊരു പ്രധാന ഘടകമാകുമോ എന്നുള്ള ആശങ്കയുണ്ടെന്ന് തോന്നുന്നു.
നേരത്തെ സാർ സൂചിപ്പിച്ച ഒരു ഘടകം വളരെ പ്രധാനപ്പെട്ടതാണ് സാർ. ഈ വിവിധ ജില്ലകൾ വരുന്നത്, അതായത് കോട്ടയം, ആലപ്പുഴ, കൊല്ലം 3 ജില്ലകളിൽപ്പെട്ട സീറ്റുകൾ ചേരുന്ന ഒറ്റ മണ്ഡലം, അതാണ് മാവേലിക്കര. കോട്ടയത്ത് നിന്ന് ചങ്ങനാശ്ശേരി, കൊല്ലം നഗരാതിർത്തിയായ മൺട്രോ, തുരുത്ത് വരെ നീളുന്ന. അതെ, ചങ്ങനാശ്ശേരി വരുന്നു. ആലപ്പുഴ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കുട്ടനാടുണ്ട്, മാവേലിക്കരയുണ്ട്, ചെങ്ങന്നൂരുണ്ട്. കൊല്ലത്ത് നിന്ന് കുന്നത്തൂരും കൊട്ടാരക്കരയും പത്തനാപുരവും. ഇങ്ങനെ 7 കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുമ്പോൾ അതിന്റെയൊക്കെ സ്വഭാവം ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും പ്രതിഫലിക്കാൻ പോകുന്നത്? പ്രവീണയുണ്ട്, പ്രവീണ എത്തി. പ്രവീണ, ഇപ്പോൾ LDF-ൽ നിന്ന് ഒരു പേര് മാത്രമാണ് കേൾക്കുന്നത്. കൊടിക്കുന്നിൽ സുരേഷിന് എതിരാളിയായി CA അരുൺകുമാർ ഏതാണ്ട് ഉറപ്പിക്കുകയാണോ? അപ്പുറത്ത് NDAയിൽ 3 പേരുകളും കേൾക്കുന്നു. എന്താണ് നമുക്കിപ്പോൾ നൽകാവുന്ന വിവരങ്ങൾ? കൊടുക്കുന്നിലിനെതിരെ ഒരു യുവത്വത്തെ കൂടി രംഗത്തിറക്കുകയാണ്. CA അരുൺകുമാറിന്റെ പേര് മാത്രമാണ് ഇപ്പോൾ LDF-ന്റെ പട്ടികയിലുള്ളത്. എന്തായാലും മത്സരം അത്ര എളുപ്പമായിരിക്കില്ല എന്നുള്ളത് തന്നെ കൊടുക്കുന്നിൽ സുരേഷിനും അറിയാം. അദ്ദേഹത്തിന് അവിടുത്തെ പൾസ് നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെ ഇത്തവണ മത്സര രംഗത്തേക്കില്ല എന്നുള്ള കാര്യം അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. പറഞ്ഞും പറയാതെയും ഒക്കെ പറഞ്ഞു പോയ ഒരു കാര്യമാണ്. അതിന് പല കാരണങ്ങളുണ്ട്. കാരണം മാവേലിക്കര ലോക്സഭാ മണ്ഡലം ഒരിക്കലും UDF-ന്റെ കുത്തക സീറ്റൊന്നുമല്ല. കഴിഞ്ഞ 3 തവണയായി കൊടുക്കുന്നിൽ സുരേഷ് തന്നെയാണ് ജയിക്കുന്നതെങ്കിലും അത് നിയമസഭാ മണ്ഡലങ്ങൾ നോക്കിയാൽ പോലും UDF-ന് അല്ലെങ്കിൽ കോൺഗ്രസിന് വ്യക്തമായ മുൻതൂക്കം ഉള്ള ഒരു സ്ഥലമല്ല. മാത്രവുമല്ല, അവിടെ വളരെയധികം പ്രശ്നങ്ങൾ, പാർട്ടിക്കുള്ളിൽ തന്നെ പ്രശ്നങ്ങളുണ്ട്. സംഘടനാപരമായ വീഴ്ചകളും പിഴവുകളും ഒക്കെയുള്ള ഒരു സ്ഥലമാണ്. അതൊക്കെ കണ്ട് തിരിച്ചറിഞ്ഞിട്ടാകണം ഒരുപക്ഷെ പുതിയൊരു മുഖം അവിടേക്ക് വരുമ്പോൾ അതിനെ ഭയന്നിട്ടുകൂടി ഒരുപക്ഷെ തോൽവി എന്നുള്ളത് 3 വർഷം തുടർച്ചയായി മത്സരിച്ച് ജയിക്കുന്നു, തന്റെ സ്ഥാനം ഇനിയിപ്പോൾ അവിടേക്ക് പോകാനാകില്ല എന്നുള്ളൊരു ഭയം കൂടി കൊടുക്കുന്നതിൽ ഉണ്ടാകണമെന്ന് തോന്നുന്നു. അതുകൊണ്ടാകണം ഒറ്റപ്പേരിലേക്ക് LDF എത്തുമ്പോഴും ഈ സിറ്റിംഗ് MP-മാർ മത്സരിക്കാൻ ഇറങ്ങണമെന്ന് പറയുമ്പോഴും ഒരു ആശങ്കയിൽ കൊടുക്കുന്നിൽ സുരേഷ് തുടരുന്നത്. നേരത്തെ ഞാൻ പറയുകയായിരുന്നു പ്രവീണ, കൊടിക്കുന്നിൽ സുരേഷ് പ്രവീണയ്ക്ക് നൽകിയിട്ടുള്ള ഒരു സൗണ്ട് ബൈറ്റിൽ വളരെ കൃത്യമായി പറയുന്നു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ശക്തമായ വേരോട്ടമുള്ള ജില്ലകൾ ആണ് ഈ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത് എന്ന്. ഇപ്പോഴും ആശങ്ക കൊടിക്കുന്നിൽ സുരേഷിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടെന്നാണോ കരുതേണ്ടത്? അദ്ദേഹത്തിന് നല്ല ആശങ്കയുണ്ട്. കാരണം കൊല്ലമായാലും പത്തനംതിട്ട ആയാലും അതുപോലെ തന്നെ ആലപ്പുഴ ആയാലും ഈ 3 ജില്ലയിലായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് അടിപതറിയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാടെ അടിപതറിയ ജില്ലകൾ കൂടിയാണ്. ഇതിൽ പത്തനംതിട്ടയിലും കൊല്ലത്തുമൊക്കെ ഒരു സീറ്റ് പോലും ഇല്ലാത്തൊരവസ്ഥ കൂടിയുണ്ട്. ആ ഘട്ടത്തിൽ ലോക്സഭാ മണ്ഡലത്തിലേക്ക് മത്സരിക്കുമ്പോൾ ഇത്രയധികം സ്ഥലങ്ങൾ വരുന്നു. ഇവിടെ നിന്നെല്ലാം വോട്ട് ശേഖരിക്കേണ്ടതായി വരുന്നു. മാത്രവുമല്ല, പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ അവിടെയുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ സംഘടനാപരമായ പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കാൻ പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല. സർവേകൾ, അത് നേരത്തെ പ്രാഥമിക ഘട്ടത്തിൽ പാർട്ടി നടത്തിയ സർവേകൾ പോലും അനുകൂലമല്ല. ഈ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം അവിടുത്തെ മണ്ഡലം പ്രസിഡന്റുമാരെയും ബൂത്ത് കമ്മിറ്റികളെയും ഒക്കെ വിളിച്ച് എങ്ങനെയാണ് കാര്യങ്ങളെന്ന് ആരാഞ്ഞിരുന്നു. പക്ഷെ അതിൽ പോലും അദ്ദേഹത്തിന് വിജയപ്രതീക്ഷയിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ കുറവാണ് എന്നുള്ളതാണ്. അതിന് കാരണമായി അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ 10 തവണയായി താൻ മത്സരരംഗത്തുണ്ട്, ഇനി ആ മത്സരരംഗത്ത് നിന്ന് മാറി സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് എത്തണം എന്നുള്ളൊരു ആശ കൂടിയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഇത്തവണ കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല എന്ന് കൊടുക്കുന്നിൽ സുരേഷിനും വ്യക്തമായി അറിയാം. അതിന് പ്രധാനപ്പെട്ട കാരണം LDF-ന്റെ ഈ നിയമസഭാ മണ്ഡലങ്ങളിലുള്ള മുന്നേറ്റം അത് ലോക്സഭയിലേക്ക് കൂടി വന്നു കഴിഞ്ഞാൽ തനിക്ക് തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള ഭയം തന്നെയാണ്. റൈറ്റ്, VR പ്രവീണയാണ് അതിന്റെ വിശദാംശങ്ങൾ നൽകിയത്. UDF-ൽ നിന്ന് കൊടിക്കുന്നിൽ സുരേഷിനെ തന്നെയാണ് പരിഗണിക്കുന്നത്. സിറ്റിംഗ് MP-മാരെ വീണ്ടും മത്സരിപ്പിക്കുക എന്നുള്ളതാണ് UDF-ന്റെ പ്രഖ്യാപിത നയം. LDF-ൽ നിന്ന് CA അരുൺകുമാർ എന്ന ഒരൊറ്റ സ്ഥാനാർത്ഥിയിലേക്ക് CPI ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. NDAക്കാണ് ഇപ്പോൾ 3 സ്ഥാനാർത്ഥികളുടെ പേരുകളുള്ളത്. അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ, P സുധീർ, ഒപ്പം തന്നെ തഴവ സഹദേവൻ. അടുത്ത നമ്മൾ ഇടുക്കിയിലേക്കാണ് പോകുന്നത്. ഇടുക്കി ഇത്തവണ മിടുക്കിയായി ആർക്കൊപ്പം നിൽക്കുമെന്ന ചോദ്യമാണ്. ഇടുക്കിയിലെ ശതമാന കണക്കുകൾ വലിയ വോട്ട് വ്യത്യാസത്തോടു കൂടിയായിരുന്നു കഴിഞ്ഞ തവണ ഡീനിന്റെ ജയം. അപ്പോൾ നമുക്ക് ആ ശതമാന കണക്കുകൾ ആദ്യം ഒന്ന് പരിശോധിക്കാം. ഇടുക്കിയിൽ കഴിഞ്ഞ തവണ ഡീൻ കുര്യാക്കോസിന്റെ ജയം 54.23% ഡീൻ കുര്യാക്കോസ് സമാഹരിച്ച വോട്ട് വിഹിതം എന്ന് പറയുന്നത്. LDF-നാകട്ടെ 35.62% ഒതുങ്ങേണ്ടി വരുന്നു. NDA 8.56% സെറ്റിലാവുകയാണ്. ഇടുക്കിയിൽ പക്ഷേ ഇത്തവണ സാമുദായിക സമവാക്യങ്ങൾ, കത്തോലിക്ക സഭയുടെ വോട്ടുകൾ നിർണായകമാണ്. ഹൈറേഞ്ച് സംരക്ഷണ സമിതിയൊക്കെ ഇപ്പോൾ അത്ര പ്രസക്തമല്ലെങ്കിൽ പോലും അതിന്റെ വോട്ട് വിഹിതം കൂടി മാറി മറിയുന്ന ഒരു സാഹചര്യം വന്നാൽ എങ്ങനെ
എങ്ങനെയായിരിക്കും അവിടുത്തെ സാഹചര്യം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇടുക്കിയിൽ എറണാകുളവും ഇടുക്കിയും രണ്ടും കൂടി ചേർന്നുകൊണ്ടുള്ള ഇടുക്കി ലോക്സഭാ മണ്ഡലം, ദേവികുളം, ഉടുമ്പൻചോല, ഇടുക്കി, പീരുമേട്, തൊടുപുഴ, എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ, കോതമംഗലം. ദിനേഷ് സാർ, UDFന്റെ കയ്യിൽ ആകെ തൊടുപുഴയും മൂവാറ്റുപുഴയും മാത്രമേ ഉള്ളൂ. ഇത്തവണ ഡീൻ കുര്യാക്കോസിൽ നിന്ന് മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയുമോ? പലതവണ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിയ ഒരു ചരിത്രമുണ്ടല്ലോ. ഇല്ല, വളരെ അപൂർവമായിട്ട് മാത്രമാണ് ഇടുക്കി UDFൽ നിന്ന് വിട്ടുപോയിട്ടുള്ളത്, പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയിട്ടുള്ളത്. കോൺഗ്രസിന്റെ ഏറ്റവും ഉറച്ച ലോക്സഭാ മണ്ഡലങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ ഒന്ന് ഇടുക്കിയായിരിക്കും. നമുക്ക് അറിയാവുന്നതുപോലെ വയനാടോ അല്ലെങ്കിൽ പത്തനംതിട്ടയോ നമുക്ക് ഒപ്പം ചേർക്കാം. ബാക്കി എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൃത്യമായ സ്വാധീനമുള്ളതാണ്. പക്ഷേ ഇടുക്കി അങ്ങനെയല്ല. ഇടുക്കിയിലെ ഓരോ ഘട്ടത്തിൽ അതത് സ്ഥാനാർത്ഥികളുടെ അല്ലെങ്കിൽ സിറ്റിംഗ് MP-മാരുടെ ആൻറ്റി ഇൻകംബൻസിയാണ് പ്രധാനമായും വർക്ക് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഇടുക്കി നോക്കൂ, കഴിഞ്ഞ തവണത്തെ തന്നെ ലീഡ് എന്ന് പറയുന്നത് ഏതാണ്ട് 20%-ലധികം വോട്ടാണ്. അതായത് 20% വരികയാണ്, 20%-ഓളം വരികയാണ്. അതും അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് എന്ന സിറ്റിംഗ് MP-ക്കെതിരെയാണ് അന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായ ഡീൻ കുര്യാക്കോസ് വിജയിച്ചിട്ടുള്ളത്. ഇത്തവണയും പരീക്ഷിക്കുന്നത് ആ പേരുകൾ തന്നെയാണെന്നുള്ളിടത്താണ് കൗതുകമുള്ളത്. ഡീൻ കുര്യാക്കോസിന്റെ എതിരാളിയായി LDFൽ നിന്ന് അഡ്വക്കേറ്റ് ജോർജ് വരുന്നു. NDAയിൽ നിന്നും തുഷാർ വെള്ളാപ്പള്ളി, N ഹരി, ശ്രീനഗരി രാജൻ 3 പേരുകളുണ്ട്. ഈ തുഷാർ വെള്ളാപ്പള്ളി ഇടുക്കി ഉണ്ടെങ്കിലേ ഉള്ളൂ എന്നൊരു തീരുമാനം എടുത്തിരിക്കുന്നതായിട്ട് വാർത്തകളുണ്ട്. ഇടുക്കിയിലെ ഇഴവ വോട്ടുകൾ, SNDP യോഗം വോട്ടുകൾ വളരെ നിർണായകമായ ഇടമാണ്. യഥാർത്ഥത്തിൽ എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു വോട്ട് ബാങ്ക് യഥാർത്ഥത്തിൽ SNDP യോഗത്തിന് ഇടുക്കിയിലുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇടുക്കിയിൽ നമ്മൾ നേരത്തെ തുഷാർ വയനാട്ടിൽ മത്സരിച്ചിട്ടുള്ളതാണ്, തൃശ്ശൂരിൽ മത്സരിക്കാൻ ആഗ്രഹിച്ചിട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ സ്വന്തം ശക്തി, SNDP യോഗത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഇടുക്കി മത്സരിക്കാൻ വേണ്ടി തുഷാർ വെള്ളാപ്പള്ളി ആവശ്യപ്പെടുന്നത്. NDAയുടെ കഴിഞ്ഞ തവണത്തെ ശതമാനം കൂടി നോക്കണം. അന്ന് ബിജു കൃഷ്ണനാണ് മത്സരിച്ചത്. അത്ര ഇടുക്കിയിൽ അത്രയ്ക്ക് പോപ്പുലറായ ഒരാളല്ല. സ്ഥാനാർത്ഥിയായ അവസാന ഘട്ടത്തിൽ ബിജു കൃഷ്ണൻ വരുന്നു. അന്ന് 78,648. അപ്പോൾ ഏറെക്കുറെ കേഡർ വോട്ടുകൾ. പക്ഷേ ഇപ്പോൾ വലിയ രീതിയിൽ അവിടെ പ്രവർത്തനം വിപുലീകരിക്കുന്ന ഒരു NDA നമുക്ക് ഇടുക്കിയിൽ കാണാം. ഇടുക്കിയിൽ അവർ വളരെയധികം ഫോക്കസ് ചെയ്യുന്നു. അതിൽ തന്നെ BDJS വളരെ ആക്റ്റീവ് ആകുന്നു. അപ്പോൾ തുഷാർ വരികയാണെങ്കിൽ ഇതിൽ നല്ല ഒരു വ്യത്യാസം, 1 ലക്ഷത്തിന് മുകളിലേക്ക് കയറി പോകാനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. സർ, ഈ ഡീനിനാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം. ഈ മണ്ഡലം 1977 മുതലുള്ള കണക്കെടുത്ത് നോക്കിയാൽ CM സ്റ്റീഫൻ മുതൽ ഡീൻ വരെയുള്ള ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം ഡീൻ കുര്യാക്കോസിനാണ് അവിടെ ഇടാൻ കഴിഞ്ഞിട്ടുള്ളത്. അവിടെ ഈ PJ കുര്യൻ, ഫ്രാൻസിസ് ജോർജ് അങ്ങനെയൊക്കെയുള്ള രസകരമായ പോരാട്ടങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്തവണ വീണ്ടും ഡീനും ജോയ്സും വരുമ്പോൾ ജോയ്സിന് ഒരു തിരിച്ചുവരവിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ? ഇപ്രാവശ്യം നമുക്കറിയാം, പുതിയ നിയമനിർമ്മാണത്തിലൂടെ ഇടുക്കി ഏറെക്കാലം ആഗ്രഹിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നൽകാനായി എന്നുള്ള ആത്മവിശ്വാസമുണ്ട്. പിന്നെ ജോയ്സ് ജോർജിനെതിരെ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തവണ രൂപത ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ രൂപത തന്നെയാണ് ജോയ്സ് ജോർജിനെ സ്ഥാനാർത്ഥിയാക്കിയത്, ജയിപ്പിച്ചത്. അതേ രൂപത തന്നെ ജോയ്സ് ജോർജിനെതിരെ. സന്ദീപിനോട് ചോദിക്കാം. സന്ദീപ് രാജാക്കാട്, ഇത്തവണ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മണ്ഡലമാണ്. പറഞ്ഞോളൂ. തീർച്ചയായിട്ടും ഇടുക്കി ജില്ലയിൽ ഡീൻ കുര്യാക്കോസ് എന്ന ഒരു തീരുമാനത്തിലേക്കാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അവരുടെ മുമ്പിൽ മറ്റൊരു ഓപ്ഷൻ വെക്കാനില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ ചൂണ്ടിക്കാണിക്കുന്നത്, മുമ്പ് നിങ്ങൾ മൂവരും പറഞ്ഞതുപോലെ തന്നെ 1,71,053 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഒരാളെ മാറ്റി നിർത്തുക എന്നുള്ളത് ഒരു കാരണവശാലും ദേശീയ നേതൃത്വത്തിനോ ഇല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നോ ഒരു എതിരഭിപ്രായം ഉണ്ടാകേണ്ട ഒരു സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ UDFന് ഡീൻ കുര്യാക്കോസ് എന്ന ഓപ്ഷൻ വളരെ പ്രധാനമാണ്. അതിൽ തന്നെ നിലനിൽക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെ അവർ ആരംഭിച്ചു എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നത്. മുമ്പൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതിന് ശേഷമായിരുന്നു ഈ ബൂത്ത് കമ്മിറ്റികളൊക്കെ സജീവമാക്കുന്നത് എങ്കിൽ കോൺഗ്രസ് ഇപ്പോൾ കാലേ കൂട്ടി തന്നെ ബൂത്ത് കമ്മിറ്റികളുടെ അടക്കം പ്രവർത്തനങ്ങൾ സജീവമാക്കി ആ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ മുന്നൊരുക്കങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇടതുപക്ഷത്തിലേക്ക് നോക്കിക്കഴിയുമ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ സീറ്റ് തിരിച്ചു പിടിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം രണ്ടാം പിണറായി സർക്കാർ അടക്കം എത്തുമ്പോൾ പറഞ്ഞിരുന്ന ഭൂപ്രശ്നങ്ങളുടെ പരിഹാരം, ഒപ്പം തന്നെ പട്ടയ പ്രശ്നങ്ങളുടെ പരിഹാരം, ഇവയ്ക്കെല്ലാം ഉതകുന്ന തരത്തിലുള്ള ഒരു നിയമനിർമ്മാണം കൊണ്ടുവരുന്നു. ആ നിയമനിർമ്മാണത്തിന് എതിരായി നിൽക്കുന്നത് കേന്ദ്രത്തിന്റെ ഇടപെടലാണെന്ന് പറയുന്നു. അത്തരം സാഹചര്യങ്ങളെല്ലാം വിശദീകരിക്കുവാൻ വേണ്ടിയിട്ട് കഴിയും. ഒപ്പം തന്നെ ആ ഒരു ഭൂരിപക്ഷത്തിലേക്ക് എത്തുവാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും ജോയ്സ് ജോർജിന് 50,544 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു 2014 വിജയിച്ച് എത്തുന്നതെങ്കിൽ അതിന്റെ ഇരട്ടിയിലധികം ഭൂരിപക്ഷത്തിലാണ്
ഡീൻ കുര്യാക്കോസ് വിജയിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും ജോയിസ് ജോർജ് തന്നെ വീണ്ടും മത്സര രംഗത്തേക്ക് എത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒരു മൂന്നാം അംഗത്തിൽ ഏറ്റവും പ്രധാനമായി കാണുന്നത് ഒരു ത്രികോണ മത്സരത്തിന് ഇടുക്കി കളമൊരുങ്ങും എന്നുള്ളത് തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനമായി കാണുന്ന ഒരു കാര്യം എൻ ഡി എ മുന്നണിയിൽ BDJS നൽകുന്ന ഒരു സീറ്റായിരിക്കും ഇത് എന്നുള്ളതിന് തർക്കമുണ്ടാവില്ല. കാരണം ഇതിനു മുമ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലടക്കം ഈ BDJS സ്ഥാനാർത്ഥികൾ കുര്യാക്കോസ് ആണ് UDFന്റെ സ്ഥാനാർത്ഥി എന്നുള്ളത് സീൽ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ജോസ് ജോർജിന് തന്നെയാണ് വലിയ സാധ്യതയുള്ളത് LDF സ്ഥാനാർത്ഥി. സ്വാഭാവികമായിട്ടും NDAയിൽ BDJS സീറ്റ് കൊടുക്കുകയാണെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളിയും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ തൃശ്ശൂർ പോലെ ഉറച്ച ഒരു ചിത്രം തെളിഞ്ഞ ഒരു സീറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഷീജിത്ത് കൂടി ചേരുന്നു നമ്മോടൊപ്പം. ഷീജിത്ത്, മാവേലിക്കര, ഇടുക്കി ഈ 2 ലോക്സഭാ മണ്ഡലങ്ങൾ, 2 ലോക്സഭാ മണ്ഡലങ്ങളിലും UDFന് വിജയം അനിവാര്യമാണ്. മാവേലിക്കരയിൽ ഒരിക്കൽ കൂടി ജയിക്കുകയാണ് എങ്കിൽ കൊടിക്കുന്നിൽ സുരേഷാണ് പ്രോട്ടേം സ്പീക്കർ. നരേന്ദ്രമോദിക്ക് സത്യപ്രതിജ്ഞ ചെയ്ത് കൊടുക്കേണ്ടത് പോലും ഒരുപക്ഷെ കൊടിക്കുന്നിൽ സുരേഷ് ആയിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് മാത്രമല്ല അദ്ദേഹം പ്രവർത്തക സമിതിയിലേക്ക് പ്രത്യേക ക്ഷണിതാവായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമുള്ള ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. അതുപോലെ തന്നെ ഇടുക്കി എല്ലാ കാലത്തും UDF ജയിക്കുന്നതാണ്. ഇത്തവണ വളരെ പ്രധാനപ്പെട്ടതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തങ്ങളുടെ ഏറ്റവും നല്ല സംഭരണിയിലുള്ള ആ സീറ്റ് കൈവിടാനും വയ്യ. എങ്ങനെയാണ് ഷീജിത്തിന്റെ വിലയിരുത്തൽ? നികേഷ്, ഈ മാവേലിക്കര മണ്ഡലം എടുത്താൽ നിയമസഭാ മണ്ഡലങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് UDFന്റെ ഒരു ശക്തികേന്ദ്രമായി പൊതുവിൽ പറയാൻ കഴിയില്ല. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരും മാവേലിക്കരയും കുട്ടനാടും എടുത്താൽ അത് LDFന്റെ സിറ്റിംഗ് സീറ്റുകളാണ്. കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി എടുത്താൽ അവിടെയും ഇപ്പോൾ LDFന്റെ MLA ആണ് ഉള്ളത്. എന്നാൽ മറ്റ് കൊല്ലം ജില്ലയിലെ 3 മണ്ഡലങ്ങളിലും സമാനമായ സ്ഥിതിയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ UDFന്റെ ശക്തിദുർഗം എന്ന് പൊതുവിൽ കൊടിക്കുന്നിൽ സുരേഷ് 3 തവണയായി ഇപ്പോൾ അടുപ്പിച്ച് മാവേലിക്കര ജയിക്കുന്നുണ്ടെങ്കിലും അത് UDFന്റെ ഒരു ശക്തി കേന്ദ്രമായി പറയാൻ കഴിയില്ല. ഇപ്പോൾ കാലാകാലങ്ങളിലായി അവിടെ ഉണ്ടാകുന്ന മറ്റു ചില അടിയൊഴുക്കുകളാണ് കൊടിക്കുന്നിൽ സുരേഷിന് അവിടെ അനുകൂലമായി വന്നിരുന്നത്. അതിൽ CPIയുടെ സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകതകൾ മുതൽ മറ്റു പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ അത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒരു നല്ല യുവാവ് സ്ഥാനാർത്ഥി അവിടെ അണിനിരത്താനുള്ള ശ്രമത്തിലാണ് CPI ഉള്ളത്. CPIയുടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നാളെ ഔപചാരികമായി തുടങ്ങാൻ പോവുകയാണ്. സ്ഥാനാർത്ഥി നിർണയം തെരഞ്ഞെടുപ്പിന് മുമ്പ് വേണോ അതോ വിജ്ഞാപനത്തിന് മുമ്പ് വേണോ അതോ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന ശേഷം മതിയോ ചർച്ചകളാണ് നടക്കാൻ പോകുന്നത്. എന്തായാലും അവിടെ LDFന് ജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ്. എന്നാൽ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ ഒരു പരിചയ സമ്പത്തും അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ മാനേജ് ചെയ്യുന്ന രീതിയും ഒക്കെ വെച്ചാണ് 3 തവണയും വിജയിച്ചത്. എന്നാൽ ഇത്തവണ സാഹചര്യം വരുമ്പോൾ അത് കുറച്ചുകൂടി UDFിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം ബാലകൃഷ്ണയുടെ വെല്ലുവിളി UDFിൽ ഇരുന്ന് ബാലകൃഷ്ണയുടെ വെല്ലുവിളി നേരിട്ടുകൊണ്ട് അവിടെ ജയിച്ചിട്ടുണ്ട്, മാവേലിക്കര ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അതിജീവിക്കാൻ കൊടിക്കുന്നിൽ സുരേഷിന് ഒരു പ്രാവീണ്യമുണ്ട്. ആ പ്രാവീണ്യത്തിലാണ് പലപ്പോഴും അദ്ദേഹം അവിടെ വിജയിച്ച് കയറിയിട്ടുള്ളത്. എന്നാൽ ഇത്തവണ അത്രത്തോളം അനായാസമായിട്ടുള്ളൊരു ജയം കൊടിക്കുന്നിൽ സുരേഷിന് ഉണ്ടാകില്ല എന്ന കാര്യം ഉറപ്പാണ്. കാരണം എല്ലാ മണ്ഡലങ്ങളിലും LDFന് ശക്തമായ മേധാവിത്വമുണ്ട്. അത്തരമൊരു സ്ഥിതിവിശേഷത്തെ മറികടന്ന് വേണം കൊടിക്കുന്നിൽ ജയിച്ചു വരാൻ. ഇടുക്കിയിലേക്ക് വന്നാൽ ഇടുക്കിയിൽ LDFന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇപ്പോൾ മുമ്പനായി നിൽക്കുന്നത് ജോയിസ് ജോർജ് ആണെങ്കിൽ പോലും അവിടെ ജോയിസ് ജോർജിനെ മാറ്റി മറ്റൊരു സ്ഥാനാർത്ഥി വരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. പല വിധത്തിലുള്ള ഓപ്ഷനുകൾ അവിടെ ആലോചിക്കുന്നുണ്ട്. ഇടുക്കിയിൽ നിന്നുള്ള CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രൻ, മുതിർന്ന നേതാവ് MM മണി അടക്കമുള്ള ആളുകൾ ഇതേപ്പറ്റിയുള്ള അനൗപചാരികമായ ആലോചനകളൊക്കെ നടന്നു വരുന്നെങ്കിലും പാർട്ടി കമ്മിറ്റികൾ ഇതേപ്പറ്റി ചർച്ചകളൊന്നും നടന്നിട്ടില്ലെന്നാണ് ഇരു നേതാക്കളും പറയുന്നത്. എന്തായാലും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടുക്കിയിൽ വളരെ നിർണായകമാണ്. ഡീൻ കുര്യാക്കോസിനും UDFനും വ്യക്തമായ മേധാവിത്വമുള്ള മണ്ഡലമാണെങ്കിൽ കൂടി ഇടുക്കിയിലെ LDFന്റെ സ്ഥാനാർത്ഥി നിർണയം ഒരു പ്രധാനപ്പെട്ട ക്രൂഷ്യൽ പോയിന്റായി വരും. അതിൻ്റെ ഒരു കരുത്തിൽ മാത്രമല്ല മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങളെ അടക്കം കൂടെ നിർത്താനുള്ള ഇടപെടലുകളുടെ അടിസ്ഥാനത്തിലൊക്കെ തന്നെ LDFനും അനുകൂലമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്കിലും UDFന്റെ മേധാവിത്വം ഇടുക്കിയിൽ ഇപ്പോഴും ഉണ്ട് എന്നത് വസ്തുതയാണ്. ഷീജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. ഭൂവിനിയോഗ ബില്ലുമൊക്കെയായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ചലനങ്ങൾ അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്ന് LDF പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അതിന് അംഗീകാരം നൽകിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു രാഷ്ട്രീയ പ്രചരണ വിഷയമാകും. അതെ, അതൊക്കെ സ്വാഭാവികമായും പ്രചരണ വിഷയമാകുമ്പോൾ ജനങ്ങൾ അന്തിമമായി വിധി നിർണ്ണയിക്കും. അടുത്ത പ്രധാനപ്പെട്ട മണ്ഡലമാണ് അതെ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തില് നമുക്കറിയാവുന്നതുപോലെ സുജയ
പത്തനംതിട്ടയിലെ കണക്കുകളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ശക്തമായ ത്രികോണ മത്സരമാണ് 2019 പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ നടന്നത്. അതിന്റെ വോട്ട് വിഹിതത്തിലേക്ക് നമ്മൾ വന്നാൽ നോക്കൂ, UDF-ന് 37.11% വോട്ടുകൾ നേടാൻ കഴിഞ്ഞപ്പോൾ ആന്റണിക്ക്, LDF-ന് ഇപ്പോഴത്തെ നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജാണ് അവിടെ മത്സരിച്ചത്. 32.8% വോട്ടുകൾ അവിടെ സ്വന്തമാക്കാൻ കഴിഞ്ഞു. NDA-ക്ക് വേണ്ടി ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മത്സരിക്കാനിറങ്ങി 28.97% വോട്ടുകളും സ്വന്തമാക്കി. ഈ വോട്ട് വ്യത്യാസത്തിൽ തന്നെ ചെറിയ വ്യത്യാസം മാത്രമാണ് നിലനിൽക്കുന്നത്. പക്ഷേ 2019 പത്തനംതിട്ട സാഹചര്യം ഉണ്ടായി. ശബരിമലയുടെ പശ്ചാത്തലത്തിൽ നേടിയെടുത്ത വലിയൊരു വോട്ട് വിഹിതം ഇക്കുറിയും NDA-ക്ക് നിലനിർത്താൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് പോകാൻ കഴിഞ്ഞാൽ എങ്ങനെയാണ് സാധ്യതകൾ? അത് LDF-ലേക്ക് കൂടുതൽ വോട്ട് വന്നു ചേരുമോ? LDF-ന് പത്തനംതിട്ട പിടിക്കാൻ കഴിയുമോ എന്ന ചോദ്യവും ഇക്കുറി ഈ തെരഞ്ഞെടുപ്പിൽ ഉയരുകയാണ്. വളരെ പരമ്പരാഗതമായി ഒരു UDF ജില്ലയാണ് പത്തനംതിട്ട. പക്ഷെ കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും 5 നിയമസഭാ മണ്ഡലങ്ങളിലും LDF-നാണ് ജയം എന്നുള്ളതാണ്. ഇതുവരെ ഈ കഴിഞ്ഞ 10 വർഷം വിജയം തൊടാൻ യഥാർത്ഥത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാധിച്ചിട്ടുണ്ട്. സോഷ്യൽ എഞ്ചിനീയറിംഗ് CPM-ന് നടത്താൻ. അതെ, പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ആന്റണി അവിടെ വിജയിക്കുന്നു. ആ രീതിയിലുള്ള രാഷ്ട്രീയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്നു എന്നുള്ളതാണ്. ഇത്തവണ UDF-ൽ ആന്റണി തന്നെയാണ്. പക്ഷേ ആന്റണി അല്ലെങ്കിൽ അച്ചു ഉമ്മൻ എന്നൊരു പേര് കൂടി ഇവിടെ കേൾക്കും. ആന്റണി കോട്ടയത്തിന് പോകാൻ താല്പര്യപ്പെടുന്നു എന്നൊക്കെ ഇടയ്ക്ക് കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം അത് അത് നിഷേധിച്ചിരുന്നു. ആന്റണി പറയുന്നത് അദ്ദേഹം മത്സരിക്കുമെന്ന് തന്നെയാണ്, അദ്ദേഹം മുന്നോട്ട് പോവുകയാണ് മത്സര രംഗവുമായി എന്നാണ്. അപ്പോൾ സ്വാഭാവികമായി ഒരു സിറ്റിംഗ് MP മത്സരിക്കാൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ സിറ്റിംഗ് MPമാരോടെല്ലാം ഹൈക്കമാൻഡ് മത്സരിക്കാൻ ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ ആന്റണിയെ മാറ്റി നിർത്തും എന്ന് ഞാൻ കരുതുന്നില്ല. ഈ അച്ചൂമൻ എന്നുള്ള പേര് കുറെ പേരുടെ ആഗ്രഹം പറഞ്ഞാണെന്ന് തോന്നുന്നു. കാരണം അച്ചൂമൻ നല്ലൊരു രാഷ്ട്രീയ സാധ്യതയുള്ള വ്യക്തിയാണ്. പക്ഷേ താല്പര്യമില്ല എന്ന് അവർ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു മറ്റു മേഖലയിലേക്ക് പോയിരിക്കുകയാണ്. ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ 2 പേർ സജീവ രാഷ്ട്രീയത്തിൽ വരുന്നതിനോടുള്ള എതിർപ്പ് സ്വാഭാവികമായിട്ടും. പക്ഷേ സ്വാഭാവികമായിട്ടും അച്ചൂമ്മൻ വരികയാണെങ്കിൽ മത്സരം ഏകപക്ഷീയമാകും എന്ന് വേണം കരുതാൻ. രാഷ്ട്രീയ സാധ്യതയുള്ള വലിയ സാധ്യതയുള്ള ആള് തന്നെയാണ് അച്ചൂമ്മൻ. അതേസമയം LDF-ല് ഡോക്ടർ TM തോമസ് ഐസക്കിനെയും രാജു എബ്രഹാമിനെയുമാണ് പ്രതീക്ഷിക്കുന്നത്. തോമസ് ഐസക് ആലപ്പുഴയിലാണോ പത്തനംതിട്ടയിലാണോ പത്തനംതിട്ടയുടെ ചുമതലയുള്ള അക്കാര്യത്തില് നമുക്ക് ആലപ്പുഴയിൽ ഒരു സിറ്റിംഗ് MP ഉണ്ട്. സാധാരണഗതിയിൽ ലോക്സഭയിൽ 2 തവണ ഒരു ഒരാൾക്ക് അവസരം കൊടുക്കുക എന്നുള്ളതാണ് CPM-ന്റെ ഒരു രീതി. അതുകൊണ്ട് തന്നെ ഇത്തവണ ഇപ്പോഴത്തെ ലോക്സഭാ MP-യെ മാറ്റി നിർത്തി അവിടേക്ക് തോമസ് ഐസക്കിനെ കൊണ്ടുവരുമെന്ന് കരുതാൻ വഴിയില്ല. മറ്റ് ഘടകങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനാൽ പത്തനംതിട്ടയിൽ അദ്ദേഹം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. വളരെ നേരത്തെ തന്നെ നമ്മൾ പ്രസ് കോൺഫറൻസിൽ അദ്ദേഹത്തോട് ചോദിച്ചല്ലോ, നിങ്ങളുടെ മൊബൈൽ ടവർ അതാണല്ലോ എന്ന്. അപ്പോൾ NDA-യിലെ പേരുകൾ കൂടി പറയൂ. തോമസ് ഐസക്കും NDA-യിൽ ഇത്തവണ NDA ഇറക്കുന്ന തുറുപ്പുചീട്ട് അത് PC ജോർജ് ആണോ അതോ കുമ്മനം രാജശേഖരനാണോ? 2 പേരുകൾ ശേഷമുള്ള മത്സരം അല്ലേ? അതെ. അപ്പോൾ ഇത് BJP-ക്ക് ഇപ്പോൾ നിലവിൽ 3 ലക്ഷത്തോളം വോട്ടുകളുണ്ട്. അത് പക്ഷേ ശബരിമലയുടെ പശ്ചാത്തലത്തിൽ കെ സുരേന്ദ്രൻ നേടിയ വോട്ടുകളാണ്. അത്രയും വോട്ടുകൾ ഇതിൽ ആര് നിന്നാലും ലഭിക്കുമോ എന്നുള്ളതാണ്. 2014 ക്രിസ്ത്യൻ വോട്ടുകൾ നേടിത്തരാൻ സഹായിക്കും. അദ്ദേഹത്തിന്റെ പൂഞ്ഞാർ അടക്കം വരുന്ന സ്ഥലമാണല്ലോ. അതെ, കോട്ടയത്തെ പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളിയും ഉണ്ട്. പത്തനംതിട്ടയിലെ ആറന്മുള, കോന്നി, റാന്നി, തിരുവല്ല, അടൂർ. അതെ, കത്തോലിക്ക സഭയുടെ സ്വാധീന മേഖലകളാണ്. അതെ. നമുക്ക് പ്രവീൺ പുരുഷോത്തമനിലേക്ക് പോയാലോ സർ? പ്ലീസ്. ഓക്കെ, പ്രവീൺ നോക്കൂ, പത്തനംതിട്ട ലോക്സഭാ സീറ്റ് എപ്പോഴും ഒരു കീറാമുട്ടിയാണ്. ഒരു പ്രവചനം അസാധ്യമായിട്ടുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ്. പ്രവീണിന്റെ കാഴ്ചപ്പാട് എന്താണ് പ്രവീൺ? നികേഷ്, ഉമ്മൻചാണ്ടി മരിക്കുന്നതിന് മുമ്പ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാവുന്നത് ചാണ്ടി ഉമ്മനായിരിക്കുമെന്നൊരു ധ്വനി കോൺഗ്രസുകാർക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് ഉമ്മൻചാണ്ടിയുടെ മരണം സംഭവിക്കുന്നു, പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് വരുന്നു, ചാണ്ടി ഉമ്മൻ അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു. അതോടുകൂടി ആ പേരിന്റെ സാധ്യത ഇല്ലാതായി. പിന്നീട് UDF യോഗങ്ങൾക്കിടയിലും പിന്നീട് കോൺഗ്രസുകാരുടെ യോഗങ്ങൾക്കിടയിലുമൊക്കെ അല്പനാളുകൾക്ക് മുമ്പ് ചാണ്ടി ഉമ്മന്റെ പേര് കൂടി ആ സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. പൊതുവെ UDF-കാർക്കിടയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം
ചരൽക്കുന്നിൽ വെച്ച് UDF ഒരു ശില്പശാല നടന്നിരുന്നു. അവിടെ ആന്റണിയുടെ പേര് തന്നെയാണ് ഉയർന്നു വന്നത്. മറ്റൊരു പേര് അവിടെ ഉയർന്നു വന്നില്ല. എങ്കിൽ പോലും ജില്ലയിൽ കോൺഗ്രസിലെ ചില അസ്വാരസ്യങ്ങൾ ആന്റണിക്ക് എതിരായിട്ടുള്ള ചില വികാരങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും പ്രാദേശിക തലത്തിലൊക്കെ മുൻ DCC പ്രസിഡന്റ് ബാബു ജോർജ് ഉൾപ്പെടെയുള്ളവരെയൊക്കെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരു സാഹചര്യമുണ്ട്. അത്തരം ചില സാഹചര്യങ്ങൾ UDF പ്രവർത്തകർക്കിടയിൽ, പ്രത്യേകിച്ചും ചില കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ തന്നെ അസംതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്കിൽ പോലും ഒന്നാമത്തെ സാധ്യത UDFൽ ആന്റണി MP-ക്ക് തന്നെയാണ്, സിറ്റിംഗ് MP-ക്ക് തന്നെയാണ്. ഈ ചരൽക്കുന്നിൽ നടന്ന ശില്പശാലയിലും ചെറിയാൻ ഫിലിപ്പ് ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ എല്ലാം പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആന്റണി MP-യുടെ ആ പേര് തന്നെയായിരിക്കും ഇക്കുറിയും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അത് ആന്റണിയുടെ 4ാം ഊഴമായിരിക്കും. അതേസമയം തന്നെ അബിൻ വർക്കിയുടെയും ഒപ്പം ജില്ലയിൽ നിന്ന് തന്നെയുള്ള യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെയും പേരും കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ചർച്ചയായിട്ടുണ്ട്. എങ്കിലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആന്റണിക്ക് തന്നെയാണ് ഒരു സാധ്യതയായിട്ട് ഇപ്പോൾ മുന്നിലുള്ളത്. LDFന്റെ കാര്യം പറയുകയാണെങ്കിൽ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്കും ഒപ്പം റാന്നി നിയമസഭാ മണ്ഡലത്തെ 5 വട്ടം പ്രതികരിച്ച് രാജു അബ്രഹാമിന്റെ പേരുകളുമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. തോമസ് ഐസക് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പത്തനംതിട്ട ജില്ലയിൽ വളരെ സജീവമാണ്. തിരുവല്ലയിൽ മൈഗ്രേഷൻ കോൺക്ലേവ് എന്ന പരിപാടിയുടെ മുഖ്യ സംഘാടകൻ കൂടിയായിരുന്നു അദ്ദേഹം. നമ്മൾ ഒന്നിലധികം തവണ തോമസ് ഐസകുമായി ഈ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് സംസാരിച്ചിരുന്നു. ഇന്നലെയും അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന വന്നിരുന്നു. അദ്ദേഹം പറയുന്നത് പത്തനംതിട്ട അത്ര മോശം മണ്ഡലമൊന്നുമല്ലല്ലോ, എല്ലാം പാർട്ടി തീരുമാനിക്കുമെന്നാണ് തോമസ് ഐസക് പറയുന്നത്. പക്ഷേ എവിടെ മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ അദ്ദേഹം മനസ്സ് തുറക്കുന്നില്ല. ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹത്തിന് മത്സരിക്കാൻ ഏതായാലും NDAയുടെ കാര്യം പറഞ്ഞില്ല പ്രവീൺ. NDAയിൽ ഇപ്പോൾ 2 പേരുകൾ PC ജോർജും കുമ്മനം രാജശേഖരനുമാണ്. PC ജോർജിന്റെ കാര്യം ഈ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി തുടങ്ങിയ മേഖലകളിൽ അദ്ദേഹത്തിന് കൂടുതൽ വോട്ട് കിട്ടുമെന്നൊരു പ്രതീക്ഷ NDA നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ PC ജോർജ് തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ ഏറെ നാളുകളായി ക്രിസ്ത്യൻ ബെൽറ്റിൽ കൂടുതൽ പിടിമുറുക്കാനുള്ള ഒരു ശ്രമം BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. K സുരേന്ദ്രൻ തന്നെ നേരിട്ടെത്തി വിവിധ ക്രൈസ്തവ വീടുകളൊക്കെ സന്ദർശിക്കുകയും അങ്ങനെ ഒരു വോട്ട് പിടിക്കുന്ന രീതിയിലേക്കുള്ള അല്ലെങ്കിൽ ഒരു പ്രചരണത്തിന്റെ രീതിയിൽ തന്നെ കാര്യങ്ങൾ പോയിരുന്നു. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ വോട്ടുകൾ കൂടുതലായി NDA നേതൃത്വം ലക്ഷ്യമിടുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ PC ജോർജിനാണ് സാധ്യത. അതേസമയം തന്നെ മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരന്റെ പേര് കൂടി പരിഗണിക്കപ്പെടുന്നുണ്ട്. നമുക്കറിയാം ആറന്മുള വിമാനത്താവള സമരവുമായി ബന്ധപ്പെട്ട് കുമ്മനം രാജശേഖരന്റെ ഒക്കെ ഒരു പങ്ക്, വലിയ പങ്ക് തന്നെയാണ്. ഇപ്പോഴും കുമ്മനം രാജശേഖരൻ ദീർഘകാലം പത്തനംതിട്ട കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നു. ആറന്മുള വിമാനത്താവളവുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ തന്നെയും ജനകീയ സമരം നടത്തിയ ആളാണ് കുമ്മനം രാജശേഖരൻ. ആ നിലയിൽ ഒട്ടേറെ പരിചയം കുമ്മനത്തിന് ആ മണ്ഡലത്തിലുണ്ട്. ഷീജിത്ത് നമ്മോടൊപ്പം ഉണ്ട്. ഷീജിത്ത്, കഴിഞ്ഞ തവണ BJPക്ക് കിട്ടിയിട്ടുള്ള വോട്ടുകൾ അത് നേരത്തെ ആരുടെ വോട്ടുകളായിരുന്നു? അത് ഇത്തവണ തിരികെ പോകുമോ? അങ്ങനെ പോവുകയാണ് എങ്കിൽ ആരുടെ പെട്ടിയിലാണ് വോട്ട് കൂടുക? അതല്ല BJPക്ക് അവിടെ സ്വതന്ത്രമായ മറ്റ് സാധ്യതകൾ? സവിശേഷമായൊരു സാഹചര്യമുണ്ടായിരുന്നു. അത് ശബരിമല സ്ത്രീപ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധിക്ക് ശേഷമുണ്ടായ ഒരു പൊതുവികാരം അവിടെ ഉണ്ടായിരുന്നു. ശബരിമല പത്തനംതിട്ട ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശബരിമല കേവലം ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമല്ല, പത്തനംതിട്ട ജില്ലയിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെ ജീവിതവുമായി കൂടി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ജില്ലയുടെ സാമ്പത്തിക എക്കണോമിയെ തന്നെ വരെ ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ് ഈ ശബരിമല എന്ന് പറയുന്നത്. അപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട വന്ന ഒരു വിഷയത്തിൽ ഉണ്ടായ വൈകാരിക പ്രതികരണമാണ് കഴിഞ്ഞ തവണ BJPയുടെ വോട്ട് ശതമാനം 22% എത്തിച്ചത്. അതിൽ ഇടത് വലത് വോട്ട് അവിടെ നിന്ന് ചോർന്നിട്ടുണ്ട്. അത് NDAക്ക് K സുരേന്ദ്രന് അനുകൂലമായി പോൾ ചെയ്തിട്ടുമുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ പരമ്പരാഗതമായി നേരത്തെ നികേഷ് പത്തനംതിട്ട മണ്ഡലത്തിന്റെ കാര്യം തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ പരമ്പരാഗതമായി ഒരു UDF സ്വഭാവമുള്ള ഒരു മണ്ഡലമാണിത്. അവിടെ തിരുവല്ലയിൽ മാത്യു തോമസ് തുടർച്ചയായി ജയിക്കുന്നുണ്ട്. അടൂരിൽ പിന്നെ തിരുവഞ്ചൂരിന് ശേഷം LDF സ്ഥാനാർത്ഥികൾ ജയിക്കുന്നുണ്ട്. കോന്നിയിൽ അടൂർ പ്രകാശിന് ശേഷം ജനീഷ് കുമാർ ജയിച്ചു. എങ്കിൽ റാന്നിയിൽ ഇപ്പോൾ തുടർച്ചയായി 6ാം തവണ LDF ജയിച്ചു. എങ്കിൽ പോലും ഈ പത്തനംതിട്ട ജില്ല എന്നെടുത്താൽ അതൊരു UDF സ്വഭാവമുള്ള ഒരു സ്ഥലമാണ്. കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ടാവും. കോട്ടയം ജില്ലയിലേക്ക് കടന്നാൽ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളാണ് അവിടെ ഉള്ളത്. പൂഞ്ഞാർ അടക്കമുള്ള മുസ്ലിം വിഭാഗത്തിന് നിർണായക സ്വാധീനമുള്ള മണ്ഡലമാണ് ഈരാറ്റുപേട്ട അടങ്ങുന്ന പൂഞ്ഞാർ മണ്ഡലം. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ ഒക്കെ ഈ UDF സ്വഭാവമുള്ള മണ്ഡലമായിരുന്നു. അതാണ്
സഭയിലേക്കുള്ള സ്വാധീനം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഗോവ ഗവർണർ ശ്രീധരൻപിള്ളയെ പരിഗണിക്കുന്നു എന്നൊരു വാർത്ത കൂടെ കേൾക്കുന്നുണ്ട്. അത് കേട്ടിരുന്നോ ശ്രീധരൻ എനിക്കറിയില്ല. ഈ സഭയുമായി നല്ല ബന്ധമാണല്ലോ. അദ്ദേഹം ഈ സഭയിലെ തർക്കം പരിഹരിക്കാനൊക്കെ ഒരു ഘട്ടം വരെ ഇടപെടുകയും അതിലദ്ദേഹം ദയനീയമായി പരാജയപ്പെട്ടു എന്ന് അദ്ദേഹം പരസ്യമായി പറയുകയൊക്കെ ചെയ്താണ്. പക്ഷേ BJP-യിലെ ഒരു എന്താ പറയുക സൗമ്യ സ്വഭാവത്തോടു കൂടി പ്രതികരിക്കുന്ന ഒരു നേതാവ്, അവിടെ അദ്ദേഹത്തിന് സ്വാധീനമുള്ള സ്ഥലം കൂടിയാണെന്ന് കേൾക്കുന്നു. ആ പേര് കേട്ടിരുന്നു? ശ്രീധരൻപിള്ള പത്തനംതിട്ട ജില്ലയ്ക്ക് തൊട്ടടുത്തുള്ള ചെങ്ങന്നൂർ വെൺമണി സ്വദേശിയാണ്. അത്തരത്തിൽ അദ്ദേഹത്തിന് ജില്ലയിൽ വ്യക്തിബന്ധങ്ങളും ഉണ്ടാകും. ഈ ക്രൈസ്തവ സഭകളുടെ ഈ തർക്കത്തിൽ മധ്യസ്ഥതയ്ക്കപ്പുറത്തേക്ക് വ്യക്തിബന്ധങ്ങളുമുള്ള ആളാണ്. എന്നാൽ ശ്രീധരൻപിള്ളയുടെ സ്ഥാനാർത്ഥിത്വം അവിടെ കുമ്മനത്തിന് പിന്നിലായി മാത്രമേ പറയുന്നുള്ളൂ. കുമ്മനമാണ് അവിടെ ഏറ്റവും പ്രധാനമായും ശക്തമായും NDA സ്ഥാനാർത്ഥിയായി വരാൻ സാധ്യതയായി ഏറ്റവും ശക്തമായി പറഞ്ഞു കേൾക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ കഴിഞ്ഞ തവണത്തെ വോട്ട് ശതമാനം കണ്ട് ആരും ഈ പത്തനംതിട്ടയിലേക്ക് വന്നിട്ട് NDAയിൽ നിന്ന് വന്നിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കഴിഞ്ഞ തവണ ഒരു പ്രത്യേക സാഹചര്യത്തിലുണ്ടായ ഒരു വൈകാരിക വിസ്ഫോടനം എന്ന് പറയാവുന്ന സ്ഥിതിയാണ് അവിടെ ഉണ്ടായിരുന്നത്. ഒരു കാര്യം ഒരു ഘട്ടത്തിൽ കെ സുരേന്ദ്രൻ തന്നെ പത്തനംതിട്ടയിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ പത്തനംതിട്ട എന്ന നിലപാട് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടുകൾ കെ സുരേന്ദ്രന്റെ പോക്കറ്റിലുണ്ട്. അതില്ലെന്നാണ് ഇപ്പൊ ശ്രീത്ത് പറയുന്നത്. അങ്ങനെ ഈ ബി.ജെ.പിക്ക് ലഭിക്കുന്ന വോട്ടുകൾ കൃത്യമായ ഒരു സംഘപരിവാർ വോട്ട് ബാങ്കായി നമുക്കതിനെ കാണാൻ കഴിയില്ല. വൈകാരികമായി ചിന്തിക്കുന്ന അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളോട് വൈകാരികമായി സമീപിക്കുന്ന ആളുകളുടെ ഒരു വോട്ടൊഴുക്ക് ചില ഘട്ടങ്ങളിൽ ബി.ജെ.പിയുടെ പെട്ടിയിലേക്ക് വരാറുണ്ട്. എന്നാൽ അതിനപ്പുറത്തേക്ക് ബി.ജെ.പി മനസ്സ് ഉള്ള ആളുകളുടെ വോട്ട് CPM വിരോധത്തിൽ കൂടുതൽ അവർക്ക് അവരുടെ ശത്രുവിനെ തോൽപ്പിക്കാൻ കഴിയുന്ന ആളുകൾക്ക് പോകുന്ന സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമെടുത്ത് പരിശോധിച്ചാൽ അത് വളരെ എവിഡൻ്റ് ആണ്. കാരണം ആരെയാണോ ഈ ശബരിമല സ്ത്രീപ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വിശ്വാസികൾ എതിർത്തത് അവരെ തോൽപ്പിക്കാൻ ഉതകുന്ന തരത്തിൽ, എന്നാൽ BJPക്ക് അതിന് നേട്ടം ഈ സുവർണാവസരമെന്ന് ശ്രീധരൻപിള്ള വിശേഷിപ്പിച്ച അവസരത്തിൽ പോലും ഉണ്ടായില്ല എന്നത് കാര്യം ചൂണ്ടിക്കാണിക്കണം. ലോക്സഭ കേരളത്തിൽ ആരൊക്കെ എന്ന ചോദ്യമാണ് റിപ്പോർട്ടർ TV ഉയർത്തുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ളത് അവസാനത്തെ 3 മണ്ഡലങ്ങൾ, കൊല്ലം, ആറ്റിങ്ങൽ, തിരുവനന്തപുരം, ഈ 3 ലോക്സഭാ മണ്ഡലങ്ങൾ കൂടി ആരൊക്കെയാണ് മത്സരത്തിന് ഒരുങ്ങുന്നത്, ആരൊക്കെയാണ് രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാക്കി നിർത്തിയിരിക്കുന്നത് എന്നറിയാൻ ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇനി അടുത്തത് കൊല്ലം ലോക്സഭാ മണ്ഡലമാണ്. NK പ്രേമചന്ദ്രൻ RSP നേതാവ് മത്സരിക്കുന്ന മണ്ഡലം. ഒരു നല്ല ജനപ്രതിനിധിയാണ് അല്ലെ, നല്ലൊരു പാർലമെന്റേറിയനാണ്. NKPക്ക് ഹാട്രിക്ക് കിട്ടുമോ എന്നതാണ് കൊല്ലത്തെ ഇത്തവണത്തെ ചോദ്യം. നമുക്ക് ആ ശതമാന കണക്കുകൾ, കഴിഞ്ഞ തവണ NKP വിജയിച്ചത് എത്ര ശതമാനം വോട്ടുകൾ സ്വന്തമാക്കിയാണ്, ആ വോട്ട് വിഹിതം നമുക്കൊന്ന് പരിശോധിക്കാം. 51.61% UDFന് കഴിഞ്ഞ തവണ കിട്ടിയത്. LDFന് 36.24% മാത്രം. NDAക്ക് 10.67%. വലിയ വോട്ട് വ്യത്യാസം ഇവിടെ UDFും LDFും തമ്മിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കൊല്ലത്ത് കാണാം. കൊല്ലത്ത് കുണ്ടറ മാത്രമാണ് UDFിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിലും. തീർച്ചയായും 15% വോട്ടിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് ചെറിയ വ്യത്യാസമല്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ നിയമസഭ നോക്കൂ, കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFിനൊപ്പം നിൽക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പൂർണ്ണമായും LDFിനോടൊപ്പം. കുണ്ടറയിൽ മാത്രമാണ് വ്യത്യസ്തമായ ഒരു ഫലം ഉണ്ടായിട്ടുള്ളത്. അതും ആ മണ്ഡലത്തിലെ മാത്രം പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് മാത്രമല്ല. NK പ്രേമചന്ദ്രനെ തോൽപ്പിക്കുക എന്നുള്ളൊരു വാശിപ്പുറത്തുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയമൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഒരു ജനകീയ സ്ഥാനാർത്ഥി വന്നാൽ അസാധ്യമല്ല. അതുകൊണ്ട് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെ അടക്കം പരിഗണിക്കുന്നു. RSPക്ക് കഴിഞ്ഞ 10 വർഷമായി നിയമസഭയിൽ പ്രാതിനിധ്യമില്ല. അതേസമയം RSPക്ക് ലോക്സഭാ പ്രാതിനിധ്യമുണ്ട്. അതാണ് ഈ ലോക്സഭയും നിയമസഭയും രാജ്യം ശ്രദ്ധിക്കുന്ന MP ആണ്. അതെ. അപ്പോൾ UDFന് സിറ്റിംഗ് MP NK പ്രേമചന്ദ്രൻ തന്നെ മത്സരിക്കുന്നു. RSPയുടെ NK പ്രേമചന്ദ്രൻ. LDFിൽ നിന്ന് ആ ജനകീയൻ ആരൊക്കെയാണ്? ഏതൊക്കെ ജനകീയ മുഖങ്ങൾ? ഒരുപാട് പേരുകളുണ്ട് കേട്ടോ. ആരൊക്കെയാണ്? മുകേഷ്, നടൻ മുകേഷ് ഉണ്ട്. നടൻ മുകേഷ് എന്ന് പറഞ്ഞൂടെ, MLA മുകേഷ്. ചിന്ത ജെറോമിന്റെ പേര് കേൾക്കുന്നു. M നൌഷാദ് MLAയുടെ പേര് കേൾക്കുന്നു. വേറെയും പേരുകൾ ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ ലിസ്റ്റിലില്ല. C സുജാതയുടെ പേരടക്കം കേൾക്കുന്നു. NDA VP ഗോപകുമാർ, കുമ്മനം രാജശേഖരൻ, പ്രൊഫസർ VT രമ, ഇങ്ങനെ 3 പേരുകളാണ് കുമ്മനത്തിന്റെ കേൾക്കുന്ന രണ്ടാമത്തെ മണ്ഡലം. കുമ്മനത്തെ കേൾക്കുന്ന രണ്ടാമത്തെ മണ്ഡലം കൊല്ലവും. അപ്പോൾ 2008 മണ്ഡല പുനഃക്രമീകരണം നടക്കുന്നു. അതിനുശേഷം അങ്ങോട്ട് NK പ്രവീന്ദ്രനല്ലാതെ മറ്റൊരാളെ കുറിച്ച് അവിടെ ചിന്തിച്ചിട്ടില്ല. കഴിഞ്ഞ തവണ KN ബാലഗോപാലായിരുന്നു എതിർസ്ഥാനം. അതെ. അതിനു മുൻപ് MA ബേബി, 2014 MA ബേബി ആയിരുന്നു. നമുക്ക് ഇതിൽ വോട്ട് വിഹിതം ഇങ്ങനെയൊക്കെ നിൽക്കുകയാണെങ്കിലും ഇത്തവണ കാര്യങ്ങൾ മാറി മറിയുമോ നോക്കാം. ദിലീപ് ദേവസ്യ തയ്യാറാണ്.
ദിലീപ് കൊല്ലത്തെത്തിക്കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. കൊല്ലത്തിന്റെ മനസ്സ് മാറുമോ ഇക്കുറി? ഇത്തവണയും കൊല്ലത്ത് പ്രേമചന്ദ്രൻ എന്നുള്ള പേര് മാത്രമേ എവിടെയുമുള്ളൂ. ഈ ആരാണ് പ്രേമചന്ദ്രൻ തോൽപ്പിക്കാൻ ഇറങ്ങുക എന്നുള്ള, അല്ലെങ്കിൽ ആരെ ഇറക്കണം എന്നുള്ള ഒരു സംശയത്തിൽ അല്ലെങ്കിൽ ഒരു ചിന്തയിൽ തന്നെയാണ് ഇപ്പോഴും LDFിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. ശക്തരെ നേരത്തെ തന്നെ ഇറക്കിയിരുന്നു. MA ബേബി, അതുപോലെ തന്നെ KN ബാലഗോപാൽ എന്നിവരെല്ലാം ശക്തരായ LDFിൻ്റെ സ്ഥാനാർത്ഥികൾ ഇറങ്ങി തോറ്റ ഒരു മണ്ഡലത്തിൽ ഇനി ആരായിരിക്കും ഇറങ്ങുക എന്നുള്ളതാണ് നോക്കിക്കാണുന്നത്. പല പേരുകൾ മണ്ഡലത്തിൽ നിന്നുള്ള പേരുകൾ പറയുമ്പോൾ, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മുകേഷ് MLAയുടെ പേരുണ്ട്, അതുപോലെ ചിന്താ ജെറോമിൻ്റെ പേരുണ്ട്, നൌഷാദ് MLAയുടെ പേരുണ്ട്. ഇവരുടെ പേരുകളെല്ലാം തന്നെ വരുന്നുണ്ടെങ്കിൽ ഇത് നേതാക്കളിൽ മുകൾ തട്ടിൽ നിന്ന് വന്ന പേരുകളാണ്. പക്ഷേ അടിത്തട്ടിൽ നിന്ന്, അണികളുടെ ഭാഗത്തു നിന്ന് വരുമ്പോൾ ഇവർക്കൊന്നും വിജയസാധ്യത ഇല്ല എന്നുള്ളൊരു വിലയിരുത്തലാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മണ്ഡലത്തിൽ നിന്ന് പുറത്തു നിന്ന് ആരെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ തന്നെ, ഇപ്പോൾ നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ തന്നെ ഈ M സുരാജിൻ്റെ പേരുണ്ട്, CS സുജാതയുടെ പേര്, അങ്ങനെ പേരുകളെല്ലാം തന്നെ വന്ന ഒരു മണ്ഡലം കൂടിയാണ്. എന്തായാലും ഇവിടെ ഇനി ഈ പ്രേമചന്ദ്രനെ തോൽപ്പിക്കാൻ ആരെ LDF ഇറക്കുമെന്നുള്ള ഒരു കാര്യം നോക്കിക്കണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതിൽ ഇപ്പോൾ NDA ഇറക്കുകയാണെങ്കിൽ ഇപ്പോൾ പേര് പറഞ്ഞിരിക്കുന്നത് ജില്ലാ പ്രസിഡന്റ് BB ഗോപകുമാറിൻ്റെ പേരുണ്ട്, പ്രൊഫസർ VT, അതായത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് VT രമയുടെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇതൊന്നുമല്ലാതെ കഴിഞ്ഞ ദിവസം NDA ചെയർമാൻ K സുരേന്ദ്രൻ തന്നെ പറഞ്ഞിരിക്കുന്നത് NDAയിൽ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി വരുമെന്നുള്ളൊരു പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായി നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് കുമ്മനം രാജശേഖരൻ്റെ പേരാണ് ഈ സർപ്രൈസ് ആയി വരാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത്. അതായത് NK പ്രേമചന്ദ്രൻ ഇവിടെ മത്സരിക്കുമ്പോൾ ഒരു നായർ വോട്ടുകൾക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വോട്ടുകൾ നേടുന്നതിന് വേണ്ടി കുമ്മനം രാജശേഖരനെ ഇറക്കിയാൽ ഒരു പക്ഷേ ചില സ്ഥലങ്ങളിൽ നിന്നുള്ള വോട്ടുകളുടെ എണ്ണം കുറയാനുള്ള സാധ്യത, അല്ലെങ്കിൽ അത് നേടുക എന്നുള്ള സാധ്യത കണക്കിലെടുത്താണ് ഈ സർപ്രൈസ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ കുമ്മനം രാജശേഖരൻ്റെ പേര് പറയുന്നത്. ഇങ്ങനെ നിരവധി പേരുകൾ പറയുന്നുണ്ടെങ്കിൽ തന്നെ ആരുടെയും പേര് കൺഫേംഡ് ആയിട്ട് അല്ലെങ്കിൽ ഉറപ്പിച്ച് NK പ്രേമചന്ദ്രനെ പോലെ സിറ്റിംഗ് MP പോലെ ഉറപ്പിച്ച് പറയാൻ, അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥിയാണ് ഇവിടെ കൊല്ലത്ത് മത്സരിക്കുക എന്ന് പറയാൻ ഇതുവരെ LDFനോ അല്ലെങ്കിൽ NDAക്കോ സാധിച്ചിട്ടില്ല. എന്തായാലും ഇപ്പോൾ കോൺഗ്രസിന് വലിയൊരു ബലാബലം അല്ലെങ്കിൽ ഒരു വലിയ കോൺഫിഡൻസ് ഉള്ള ഒരു മണ്ഡലം തന്നെയാണ് കൊല്ലം ലോക്സഭാ മണ്ഡലം. എവിടെയും ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ NK പ്രേമചന്ദ്രൻ എല്ലാ വീടുകളിലും എത്തുന്നു. ഏത് പാർട്ടിക്കാരുടെ വീട്ടിലേക്കും, കല്യാണമായാലും ശരി, മരണമാണെങ്കിലും ശരി, പാലുകാച്ചലാണെങ്കിലും ശരി, എല്ലാ പരിപാടികൾക്കും NK പ്രേമചന്ദ്രൻ്റെ ഒരു ഇടപെടൽ ഈ കൊല്ലത്തുകാർക്കൊരു ആശ്വാസമാണ്. അങ്ങനെയുള്ള ഒരു NK പ്രേമചന്ദ്രൻ MP നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാജ്യസഭ ലോക്സഭയിലൊക്കെ തന്നെ എടുത്തു പറയാവുന്ന ഒരു ശബ്ദം NK പ്രേമചന്ദ്രൻ എന്ന് പറയുന്നത് കേരളം കണ്ട ഏറ്റവും മികച്ച പാർലമെന്റേറിയന്മാരിൽ ഒരാളാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. നിലവിലുള്ള പാർലമെന്റിലെ ഏറ്റവും മികച്ച പാർലമെന്റേറിയന്മാരിൽ ഒരാൾ എന്ന കാര്യത്തിൽ തർക്കമില്ല. ശ്രീജിത്ത് NK പ്രേമചന്ദ്രനെതിരെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ MA ബേബി പോളിറ്റ് ബ്യൂറോ അംഗമായിരിക്കെ തന്നെ ലോക്സഭയിൽ NK പ്രേമചന്ദ്രനെതിരെ മത്സരിച്ചിരുന്നു. ആ സമയത്താണ് മാതാമൃതാനന്ദമയുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ കൈരളി TV വന്നത്. MA ബേബി തകർന്നടിഞ്ഞു. പിന്നീട് KN ബാലഗോപാൽ രാജ്യസഭയിൽ വലിയ തിളക്കമാർന്ന പ്രകടനം കാഴ്ചവെച്ച് പിന്നീട് ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ വലിയ വോട്ട് ശതമാനത്തിൽ അത് പിന്നെ നമുക്ക് ശബരിമലയും ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി തരംഗവും ഒക്കെ കാണാമെന്നുള്ളതാണ്. MA ബേബി മത്സരിച്ച് ജയിച്ചിരുന്നെങ്കിൽ അന്ന് പാർലമെന്ററി പാർട്ടി നേതാവാകുമായിരുന്നു. പിന്നീട് KN ബാലഗോപാൽ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ദില്ലിയിൽ കേന്ദ്രീകരിച്ച് പോകുമായിരുന്നു. ഇത്തവണ ആ നിലയിൽ പ്രേമചന്ദ്രൻ എന്ന ഞാൻ പേരിട്ട് വിളിക്കുന്നില്ല, പക്ഷെ പിണറായി വിജയൻ്റെ പ്രയോഗത്തിൽ അങ്ങനെ ഒരാളെ ആരെ വെച്ച് നേരിടും എന്നുള്ളതാണ് കാണേണ്ടത്. കൊല്ലത്ത് പ്രേമചന്ദ്രനെ എതിരിടാൻ പറ്റിയ ഹലോ പറഞ്ഞോളൂ ശ്രീ. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ NK പ്രേമചന്ദ്രനെ വെല്ലുവിളി ഉയർത്താൻ കഴിയുന്ന ഒരു നല്ല സ്ഥാനാർത്ഥിക്കായി CPM ഇപ്പോഴും അലയുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ചിന്താ ജെറോം അടക്കമുള്ള യുവ നേതാക്കളുടെ പേര് അവിടെ പറയുന്നുണ്ടെങ്കിലും ഇവർക്കാർക്കെങ്കിലും ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന പേരുകാർക്ക് പ്രേമചന്ദ്രൻ ഒരു ശക്തമായ വെല്ലുവിളി ഉയർത്താൻ കഴിയുമോ എന്ന കാര്യം സംശയമാണ്. ആദ്യമായി LDFിൽ നിന്ന് മാറി UDFിൽ MA ബേബിയോട് എതിരിടുമ്പോൾ പ്രേമചന്ദ്രൻ്റെ MA ബേബി വിജയിക്കുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. കാരണം അത്രയ്ക്കും കണ്ണൂരിനേക്കാൾ വലിയ സംഘടനാ ശക്തിയുള്ള, അത്രയ്ക്കും പാർട്ടിയുടെ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളുള്ള ലോക്സഭാ മണ്ഡലമാണ് കൊല്ലം. എന്നാൽ അവിടെ ഇന്നത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ്റെ ഒരു ഒറ്റ പരാമർശത്തിലാണ് അവിടെ പ്രേമചന്ദ്രൻ്റെ കാര്യങ്ങൾ അവസാന മണിക്കൂറുകൾ അനുകൂലമായി മാറിയത് എന്ന കാര്യം
കാര്യം വിസ്മരിച്ചുകൂടാ. അമൃതാനന്ദമയിയുടെ പഴയ ശിഷ്യയുമായി ജോൺ ബ്രിട്ടാസ് നടത്തിയ അഭിമുഖം മാത്രമല്ല, ഈ പ്രയോഗം തന്നെയാണ് ഏറ്റവും അവിടെ വിധി നിർണ്ണയിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകം. അതാണ് നമുക്ക് ഒന്നാമത്തെ കാര്യം ചൂണ്ടിക്കാണിക്കുക. എന്നാൽ ബാലഗോപാൽ മത്സരിക്കുമ്പോൾ അതായിരുന്നില്ല സ്ഥിതി. ബാലഗോപാൽ മത്സരിക്കുമ്പോൾ ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ വന്ന് അവിടെ ബാലഗോപാലിന് എതിരാവുകയും പ്രേമചന്ദ്രന് കൂടുതൽ കാര്യങ്ങൾ അനുകൂലമാവുകയും ചെയ്യുകയായിരുന്നു. പ്രേമചന്ദ്രനെ തോൽപ്പിക്കാനായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറ്റാവുന്ന അടവുകളെല്ലാം LDF അവിടെ പയറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ സംഘിയാക്കി, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്കും ഭാര്യ ബന്ധുക്കൾക്കും RSS ബന്ധമുണ്ടെന്ന് പ്രചരിപ്പിച്ചു, അദ്ദേഹത്തെ മുസ്ലിം വിരോധിയാക്കി. ഇത്തരത്തിലുള്ള ധാരാളം പ്രചാരണങ്ങൾ അവിടെ നടത്തി നോക്കി. അതൊന്നും ഏശിയില്ല എന്ന് മാത്രമല്ല, ഈ മുത്തലാഖ് നിയമവുമായി ബന്ധപ്പെട്ടൊക്കെ പാർലമെന്റിൽ ഏറ്റവും ശ്രദ്ധേയമായ ഇടപെടൽ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നടത്തിയത് പ്രേമചന്ദ്രനാണ് എന്ന കാര്യം തെളിവോടെ ആളുകൾക്ക് മുന്നിൽ നിൽക്കുകയായിരുന്നു. അതാണ് അദ്ദേഹത്തിന് അനുകൂലമായി വന്നത്. ഇപ്പോഴും ഈ പ്രേമചന്ദ്രന്റെ വെല്ലുവിളി ഉയർത്താൻ പറ്റുന്ന ഒരു നല്ല സ്ഥാനാർത്ഥി, അതൊരു ഹൈ പ്രൊഫൈൽ സ്ഥാനാർത്ഥി തന്നെ അവിടെ ഉണ്ടാകുമെന്നാണ് കൊല്ലം ജില്ലയിലെ നേതാക്കളുമായി സംസാരിക്കാൻ കഴിയുമ്പോൾ അറിയുന്നത്. എന്നാൽ വനിതാ പ്രാതിനിധ്യം അടക്കമുള്ള ഘടകങ്ങൾ ഉണ്ട്. നേരത്തെ MA ബേബി അടക്കമുള്ള ആളുകൾ ഇപ്പോൾ തുല്യത എന്ന മുദ്രാവാക്യവുമായി രംഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ പാർലമെന്റിലേക്ക് കേരളത്തിൽ നിന്ന് സ്ത്രീകൾക്ക് 33% പ്രാതിനിധ്യം വേണമെന്ന് ആവശ്യമുണ്ട്. 33 ഇല്ലെങ്കിലും കൊല്ലത്തൊക്കെ വനിതകളെ പരിഗണിക്കാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. അതാണ് ചിന്താ ജെറോമിന്റെ സാധ്യത അവിടെ വർദ്ധിപ്പിക്കുന്ന ഘടകം. ഒരു പ്രധാന കാര്യമാണ് കേട്ടോ. ഇതിപ്പോ വനിതാ പ്രാതിനിധ്യം അതൊരു ചർച്ചയായി ഒരു ക്യാമ്പയിനായി വരുന്നുണ്ട്. മാത്രമല്ല കൊല്ലത്തിൻ്റെ ഒരു പ്രത്യേകത സ്മൃതി, അതായത് 3 ഇടതു പാർട്ടികൾക്കും നിർണായകമായ സാന്നിധ്യമുള്ള ഇടങ്ങളാണ്. നമ്മളിപ്പോൾ കണ്ണൂർ ജില്ല അത് CPM-ൻ്റെ മാത്രം കോട്ടയാണ്. ഇതല്ല, ഇത് CPM-നും CPI-ക്കും RSPക്കും വളരെ നിർണായകമായ പ്രാധാന്യം. RSP ഇപ്പോൾ UDF-ലാണ് എങ്കിൽ തന്നെയും ഈ 3 പാർട്ടികൾക്കും നിർണായകമായ സ്വാധീനമുള്ള മണ്ഡലം. സ്വാഭാവികമായിട്ടും LDF-നെ സംബന്ധിച്ചിടത്തോളം നല്ല അപ്രമാദിത്വമുണ്ട്. പക്ഷേ NK പ്രേമചന്ദ്രന് മുന്നിൽ അടിയറവ് പറയേണ്ടി വരുന്നു എന്നുള്ളതാണ് കൊല്ലത്തിന്റെ സ്ഥിതി. അതെ, നമുക്ക് കൊല്ലത്ത് നിന്ന് നേരെ എങ്ങോട്ടാണ്? ആറ്റിങ്ങൽ സുരേന്ദ്രനിലൂടെ. എന്തായാലും അടൂർ പ്രകാശിന്റെ വിജയം 38,247 വോട്ടുകൾ. അത് BJP വോട്ടുകൾ വലിയ നിലയിൽ വർദ്ധിച്ചതുകൊണ്ടുണ്ടായിട്ടുള്ള താളപ്പഴയാണ്. എനിക്കിപ്പോഴും തോന്നുന്നത് LDF-ന് നിർണായകമായ സ്വാധീനമുള്ള മണ്ഡലം തന്നെയാണ് ആറ്റിങ്ങൽ എന്നുള്ളതാണ്. ആറ്റിങ്ങലിൽ ഇടതുപക്ഷത്തെ കടപുഴക്കുക എന്ന് പറയുന്നത് വലിയ പ്രയത്നമാണ്. അതിനു വേണ്ടിയിട്ടാണല്ലോ അടൂർ പ്രകാശിനെ പത്തനംതിട്ടയിൽ നിന്ന് കോന്നിയിൽ നിന്ന് പറിച്ചെടുത്ത് ആറ്റിങ്ങലിൽ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അന്ന് വിചാരിക്കുന്നത് UPA മന്ത്രിസഭ ഉണ്ടാകുമെന്നുള്ളതാണ്. എല്ലാവരും ഒരു മതസാമുദായിക ഘടന അനുസരിച്ച് മന്ത്രിക്കുപ്പായം പല മണ്ഡലങ്ങളിലും മത്സരിച്ചിട്ടുള്ളത്. പക്ഷേ മത്സരിച്ച് ജയിച്ചു, പക്ഷേ മന്ത്രിയാകാൻ കഴിഞ്ഞില്ല. നിർഭാഗ്യം. പേരുകൾ നോക്കൂ. UDF-ൽ അടൂർ പ്രകാശ് തന്നെ, LDF-ൽ നിന്നുള്ള പേരുകൾ കടകംപള്ളി സുരേന്ദ്രൻ, വി ജോയ് എന്നിവരുടെ പേരുകളാണ്. വി ജോയ് ഇപ്പോൾ ജില്ലാ സെക്രട്ടറിയാണ്, MLA-യുമാണ്. അതെ, വർക്കല MLA ആണ് വി ജോയ്. അതെ, NDL നിന്ന് വി മുരളീധരന്റെ പേരാണ്. വി മുരളീധരൻ ഉറപ്പിച്ചു കഴിഞ്ഞു. അവിടെ അടൂർ പ്രകാശിന്റെയും വി മുരളീധരന്റെയും ക്യാമ്പ് ചെയ്ത് പ്രചാരണമൊക്കെ നടത്തിയിട്ടുണ്ട്. അതെ, അടൂർ പ്രകാശിന്റെയും വി മുരളീധരന്റെയും കാര്യത്തിൽ യാതൊരു സംശയവും ബാക്കിയില്ല. പക്ഷേ LDF സ്ഥാനാർത്ഥി അന്തിമമായി തീരുമാനിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. വി ജോയ് നോക്കൂ, സാമുദായിക ഘടനയിലും ഒരുപാട് പ്രശ്നങ്ങളുള്ള, അതായത് ഒരു പ്രത്യേക സമുദായത്തിൽ നിന്നുള്ള ആളുകളെ മാത്രം മത്സരിപ്പിക്കുന്ന ഇടങ്ങളാണ്. ഉദാഹരണത്തിന് അടൂർ പ്രകാശിനെ അതിനു വേണ്ടിയിട്ടാണ് കോന്നിയിൽ നിന്ന് കൊണ്ടുവന്നത്. വി മുരളീധരൻ ആ മണ്ഡലം തെരഞ്ഞെടുത്തത് ആ കാരണം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ വി ജോയ്ക്കുള്ള സാധ്യത ഏറെയാണ്. ഇതിൽ നോക്കൂ, പക്ഷേ വി ജോയ് ഇപ്പൊ 2 ഉത്തരവാദിത്തങ്ങൾ കൈകാര്യം ചെയ്യും. ഒന്ന് വർക്കല MLA ആണ്, 2 ജില്ലാ സെക്രട്ടറിയാണ്. വി ജോയ് വളരെ സജീവമായി ആ മണ്ഡലത്തിലുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ മണ്ഡലത്തിൽ പോകാറുള്ളത് കൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ശോഭാ സുരേന്ദ്രനെ അവിടെ നിന്ന് മാറ്റിയത് ഗുണമാകുമോ എന്നുള്ളതാണ് NDA-ക്ക് തെളിയിക്കേണ്ട. അതെ, ശോഭാ സുരേന്ദ്രൻ 2014 ആ മണ്ഡലത്തിൽ BJP-ക്ക് ഉണ്ടായിരുന്നത് 90,528 വോട്ടാണ്. അതിൽ നിന്ന് 2,48,081 ഉയർത്തിയത് ശോഭാ സുരേന്ദ്രൻ എന്ന സ്ഥാനാർത്ഥിയുടെ മികവ് കൂടി ഒരു ഘടകമായിരുന്നു. പക്ഷേ ശോഭാ സുരേന്ദ്രന് കിട്ടിയ വോട്ടുകൾ വി മുരളീധരൻ നിലനിർത്താൻ കഴിഞ്ഞാൽ തന്നെ അത് വലിയ വിജയം. അതെ, അത് നിലനിർത്താൻ കഴിയുമോ നോക്കാം. ശരത് കെ ശശി നമുക്കൊപ്പം. ശരത്തിന്റെ വിലയിരുത്തൽ എന്താണ്? തൃശൂർ കഴിഞ്ഞാൽ സംസ്ഥാനത്തെ ലോക്സഭാ സീറ്റുകളിൽ സ്ഥാനാർത്ഥി ചിത്രം ഏറ്റവും തെളിഞ്ഞു നിൽക്കുന്നത് ആറ്റിങ്ങലിലാണ്. ആറ്റിങ്ങലിലും ഒരു ത്രികോണ മത്സരത്തിന്റെ പ്രതീതി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതിൽ 3 സ്ഥാനാർത്ഥികളുടെ കാര്യവും ഏറെക്കുറെ ഉറപ്പാകുന്ന പശ്ചാത്തലം. UDF-ന് വേണ്ടി ആറ്റിങ്ങലിൽ വീണ്ടും അടൂർ പ്രകാശ് തന്നെയായിരിക്കും ഇറങ്ങുക. നേരത്തെ അദ്ദേഹത്തിന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള താല്പര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഹൈക്കമാൻഡ് എല്ലാ സിറ്റിംഗ് MP-മാരും മത്സരിക്കണമെന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ അടൂർ പ്രകാശ് അവിടെ വീണ്ടും മത്സരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അടൂർ പ്രകാശിന്റെ ഒരു ഇലക്ഷൻ മാനേജ്മെന്റിൽ തന്നെയാണ് UDF പ്രതീക്ഷയർപ്പിക്കുന്നത്. അത് ഒരു അനുകൂല ഘടകമാകുമെന്ന്
UDF പ്രതീക്ഷിക്കുന്നു. ഒപ്പം മണ്ഡലത്തിന്റെ എല്ലാ കോണുകളിലേക്കും ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് അടൂർ പ്രകാശിന് എത്തിച്ചേരാൻ വേണ്ടി പറ്റി എന്നുള്ള ഒരു പോസിറ്റീവായ കാര്യവും ഒരു വശത്ത് UDF ചൂണ്ടിക്കാണിക്കുന്നു. ഇനി BJPയുടെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ ഇന്ന് വി മുരളീധരൻ ഉയർത്തും എന്നുള്ള ചില സൂചനകൾ ചില സർവേകളിൽ കണ്ടിരുന്നു. മാത്രമല്ല ഒരു പ്രധാനപ്പെട്ട പരാതി ഇതിനിടയ്ക്ക് അടൂർ പ്രകാശ് നൽകുന്നുണ്ട്. 1.25 ലക്ഷം കള്ള വോട്ടുകൾ കടന്നുകൂടിയിട്ടുണ്ട് എന്നൊരു പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹം നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? അടൂർ പ്രകാശ് കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിലുള്ളൊരു ആക്ഷേപം ഉന്നയിച്ചത്. ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് എല്ലാ മുന്നണികളും ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ട പാനൽ വോട്ടുകൾ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകൾ അതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഒരു ആക്ഷേപം ഉന്നയിച്ചത്. തീർച്ചയായും സ്മൃതി സൂചിപ്പിച്ചതുപോലെ താഴെത്തട്ടിൽ 3 മുന്നണികളും ഏറ്റവും സജീവമായി അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നു. അത് ഓരോ വോട്ടും പ്രധാനപ്പെട്ടതാണെന്നറിയാം. ഒരു ത്രികോണ മത്സരത്തിന്റെ പ്രതീതി ഉള്ളതുകൊണ്ട് തന്നെ BJPയുടെ NDAയുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് രാജ്യസഭയിൽ വിടവാങ്ങൽ പ്രസംഗം നടത്തിയ ശേഷം വി മുരളീധരൻ ഇനി ആറ്റിങ്ങലിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സജീവമായിരുന്നെങ്കിൽ അതിനേക്കാൾ സജീവമായി ഇനി ആറ്റിങ്ങലിൽ മണ്ഡലത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഏറ്റവും കൂടുതൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മന്ത്രിമാർ എത്തിയിട്ടുള്ള ഒരു മണ്ഡലം ആറ്റിങ്ങലായിരിക്കും. നിർമ്മലാ സീതാരാമൻ അടക്കമുള്ള മന്ത്രിമാരെ എത്തിച്ചുകൊണ്ടാണ് വി മുരളീധരൻ അവിടെ പ്രചരണം നടത്തുന്നത്. നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ BJPയിൽ ഒരു ആഭ്യന്തര സംഘർഷത്തിന്റെ ഒക്കെ തന്നെ പശ്ചാത്തലത്തിൽ ശോഭാ സുരേന്ദ്രനേക്കാൾ വോട്ട് ചുരുങ്ങിയ പക്ഷം ശോഭാ സുരേന്ദ്രനോളം വോട്ട് പിടിക്കുക എന്നുള്ള വലിയ വെല്ലുവിളി ആ ഒരു ടാർഗറ്റ് കൂടി വി മുരളീധരനെ സംബന്ധിച്ചിടത്തോളമുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 1 വർഷത്തോളമായി അവിടെ ഏറ്റവും സജീവമായ നിലയിൽ BJPയുടെ സംഘടനാ മിഷനറി പ്രവർത്തിക്കുന്നു. A+ മണ്ഡലം എന്നുള്ള നിലയിൽ തന്നെയാണ് അവിടെ BJP ആ സീറ്റിനെ പരിഗണിക്കുകയും ചെയ്യുന്നത്. അവിടെ LDFന്റെ സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്നാണ്. വി ജോയ്ക്ക് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ 2 ഉത്തരവാദിത്വമുണ്ട്. കടകംപള്ളിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോൾ നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ അവസരങ്ങൾ അവസാനിക്കുകയാണ്. ആ ഘട്ടത്തിൽ മാത്രമല്ല കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി ജയിക്കുന്ന ആളെന്നുള്ള നിലയിൽ നേരത്തെയുള്ള ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിലുള്ള സ്വാധീനമൊക്കെ ഉണ്ട്. LDF ഒരു പേരിലേക്ക് എത്താൻ വൈകുന്നത് എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CPM നേരത്തെ ഒരു ആഭ്യന്തര സർവേ നടത്തിയിരുന്നു. ആ ആഭ്യന്തര സർവേയിൽ സ്ഥാനാർത്ഥി ആരാകണമെന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു റിസൾട്ട് വന്നപ്പോൾ അത് വി ജോയി അവിടെ സ്ഥാനാർത്ഥിയാകുന്നത് ആയിരിക്കും ഉചിതം എന്നാണ്. പക്ഷേ നികേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ തന്നെ 2 ഉത്തരവാദിത്വങ്ങൾ വി ജോയി വഹിക്കുന്നുണ്ട്. MLA, പാർട്ടി ജില്ലാ സെക്രട്ടറി. അതുകൊണ്ട് തന്നെ വീണ്ടും മറ്റൊരു സ്ഥാനാർത്ഥിത്വ കുപ്പായം വി ജോയിക്ക് നൽകുകയാണെങ്കിൽ അത് തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലാണ് ആ മണ്ഡലത്തിന്റെ ഡെമോഗ്രഫി വെച്ച് മറ്റൊരു ഈഴവ സ്ഥാനാർത്ഥിയെ അവിടെ ഇടതുമുന്നണിക്ക് പരിഗണിക്കേണ്ടി വരും. പ്രത്യേകിച്ചും വി മുരളീധരനും അടൂർ പ്രകാശും പോലെയുള്ള ഹെവി വെയിറ്റുകൾ ഒരു മത്സരരംഗത്ത് ഇറങ്ങുന്ന ഒരു മണ്ഡലമായതുകൊണ്ട് തന്നെ അവരോട് കിടപിടിക്കുന്ന മറ്റൊരു സ്ഥാനാർത്ഥി വേണം. അത് ജില്ലയ്ക്കകത്തു നിന്ന് വേണം. ആ ഒരു അന്വേഷണമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കടകംപള്ളി സുരേന്ദ്രനിൽ എത്തി നിൽക്കുന്നത്. കടകംപള്ളിക്ക് ഇപ്പോഴത്തെ പാർട്ടി ഒരു നോം അനുസരിച്ചാണെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി പറ്റില്ല. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ കടകംപള്ളിയും ഈ മത്സരത്തിൽ നിന്ന് മത്സര താല്പര്യമൊക്കെ തന്നെ പ്രകടിപ്പിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. നേരത്തെ VK പ്രശാന്തിന്റെ ഒക്കെ തന്നെ പേര് ഇതേ ആറ്റിങ്ങലിൽ പരിഗണിക്കപ്പെട്ടിരുന്നു. പക്ഷേ അദ്ദേഹത്തിനും മത്സരിക്കാൻ താല്പര്യമില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും CPM ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്തുന്നു എന്ന് വേണം ഏറ്റവും ഒടുവിലത്തെ വിലയിരുത്തലുകളിൽ നിന്ന് മനസ്സിലാക്കാൻ. ശരി, ശരത് കെ ശശിയാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന്റെ സാധ്യതകൾ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. ഇനി തിരുവനന്തപുരം ലോക്സഭാ സീറ്റാണ്. തിരുവനന്തപുരം ലോക്സഭാ സീറ്റിനെ സംബന്ധിച്ചിടത്തോളം ശശി തരൂരിന് അതും LDFനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥികൾക്ക് വലിയ എന്താ പറയാ അതിന് ഒരു കിട്ടാത്തൊരവസ്ഥയുള്ളത് എന്നുള്ളതാണ്. സിപിഐയുടെ മണ്ഡലം. തിരുവനന്തപുരത്ത് കഴിഞ്ഞ 2 തവണ 2014-ലും 2019-ലും 2ാം സ്ഥാനത്ത് BJP വന്നതിന്റെ ക്ഷീണവും മറികടക്കണം. ആകെ വലിയൊരു പ്രതിസന്ധി മുന്നിലുണ്ട്. നമുക്ക് കഴിഞ്ഞ തവണ 2019-ൽ എത്ര വീതമാണ് മൂവരും പിടിച്ച വോട്ടുകൾ എന്നത് പെട്ടെന്ന് നോക്കാം. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം വാശിയേറിയ പോരാട്ടം നടക്കും. 4ാം ഊഴത്തിന് തരൂർ ഇറങ്ങുന്ന മണ്ഡലം. കഴിഞ്ഞ തവണ 41.19% വോട്ടുകളാണ് ശശി തരൂർ സ്വന്തമാക്കിയത്. NDAക്ക് അന്ന് 31.3% വോട്ടുകളുമായി 2ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞു. LDFന് CPIയുടെ മണ്ഡലമാണ്. 25.6% CPIക്ക് അന്ന് സ്വന്തമാക്കാൻ കഴിഞ്ഞു. ഇക്കുറി സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ്? ശശി തരൂർ എന്നുറപ്പിക്കുന്നു.
ശശി തരൂർ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ അതെ. ഞാൻ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ വീണ്ടും മത്സരിക്കുകയാണ് എന്ന്. മാത്രമല്ല അദ്ദേഹം പ്രവർത്തക സമിതിയിലെ ഒരു ഫുൾ അംഗമാണ്. അപ്പോൾ സ്വാഭാവികമായി അദ്ദേഹം ആഗ്രഹിക്കുന്ന സീറ്റ് തിരുവനന്തപുരം ആണെങ്കിൽ അത് കൊടുക്കും AICC എന്ന CPI-യുടെ സംസ്ഥാന സെക്രട്ടറി മത്സരിക്കുമോ? CPI-യുടെ സംസ്ഥാന സെക്രട്ടറി മത്സരിക്കില്ല. ബിനോയ് വിശ്വം, ആനി രാജ, ഈ രണ്ട് പേരുകളാണ് അവിടെ കേൾക്കുന്നത്. എനിക്ക് തോന്നുന്നത് LDF-നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി വരുന്നത് ആ മണ്ഡലത്തിന്റെ സ്വഭാവത്തിനനുസരിച്ച് വരുന്ന സ്ഥാനാർത്ഥികളെ നൽകാൻ കഴിയുന്നില്ല. ഒരു സർപ്രൈസ് കാൻഡിഡേറ്റ് അവിടെ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. ഈ പേരുകളൊന്നുമല്ല. അല്ല, ബിനോയിയുടെ കാര്യം തള്ളിക്കളയുക. കാരണം അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയാണ്. മാത്രമല്ല പാർലമെന്റിലെ CPI-യുടെ ഇരു സഭകളുടെയും നേതാവാണ് ബിനോയ് വിശ്വം. ഈ രണ്ട് ചുമതലകൾ അദ്ദേഹത്തിന് നിർവഹിക്കാനുണ്ട്. മാത്രമല്ല സംസ്ഥാന സെക്രട്ടറി മത്സരിച്ച ചരിത്രമില്ല. അദ്ദേഹത്തിൻ്റെ രാജ്യസഭാ ടേം കഴിഞ്ഞാൽ അദ്ദേഹം മത്സരിക്കാതിരിക്കുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ ചെയ്യാൻ പോകുന്നത്. പിന്നീടുള്ളത് ആനി രാജയാണ്. ആനി രാജ കണ്ണൂർ ജില്ലക്കാരിയാണ്. അപ്പോൾ ആനി രാജയ്ക്ക് എത്ര കണ്ട് തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രൻ വളരെ സജീവമായി കേട്ട പേരാണ്. CPM അങ്ങോട്ട് നിർദ്ദേശിച്ചു എന്നാണ് പറയുന്നത്. പന്ന്യൻ രവീന്ദ്രന്റെ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പണ്ടും പന്ന്യൻ നിരാകരിച്ചിട്ടുണ്ട്. പണ്ടും മത്സരിക്കാൻ തയ്യാറില്ല എന്നാണ് പന്ന്യൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നിലവിൽ CPM നിർദ്ദേശിച്ച പേരായി നാം കേട്ടത് പന്ന്യൻ രവീന്ദ്രന്റെ പേരാണ്. A ക്ലാസ് ആരൊക്കെയാണ്? കുമ്മനം രാജശേഖരൻ തന്നെ വീണ്ടും അതിപ്പോ LDF-ന് പറഞ്ഞ പോലെ BJP-യെ സംബന്ധിച്ച് ഒരുപാട് പേരുകൾ കേട്ടിരുന്നു, കുറച്ച് കാലമായിട്ട് കേൾക്കുന്നു. രാജീവ് ചന്ദ്രശേഖരന്റെ പേരാണ് അവസാനമായി ഞാൻ കേട്ടത് പേര്. നിർമ്മലാ സീതാരാമന്റെ പേര്. നിർമ്മലാ സീതാരാമൻ വലിയ പൊട്ടൻഷ്യൽ ഉള്ള കാൻഡിഡേറ്റ് ആണ്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത്. ഓക്കി വന്ന സമയത്ത് നിർമ്മലാ സീതാരാമന്റെ ഒരു ഇടപെടലൊക്കെ തന്നെയും ഇന്നും നമ്മുടെ ഓർമ്മയിൽ മായാതെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ലഭ്യമായ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി നിർമ്മലാ സീതാരാമനാണ് എന്ന കാര്യത്തിൽ സുരേഷ് ഗോപിക്ക് നല്ല സാധ്യത. എസ് ജയശങ്കറിന്റെ പേര് കേട്ടിരുന്നു. എസ് ജയശങ്കറിന്റെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് സന്ദർശനം നടത്തിയിരുന്നു. അതെ. നമുക്ക് തിരുവനന്തപുരം ആരാണ്? റോഷിപാൽ. റോഷി, തിരുവനന്തപുരത്ത് ആർക്കൊക്കെയാണ് സാധ്യത? ശശി തരൂർ പക്ഷേ പറഞ്ഞോളൂ. നികേഷ്, ഒരുപക്ഷെ രാജ്യം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് തിരുവനന്തപുരം ഈ തവണ സാക്ഷ്യം വഹിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം 4ാം വട്ടം തരൂർ തിരുവനന്തപുരത്ത് അംഗം കുറിക്കുമ്പോൾ ഇവിടെ BJP-യുടെ സ്ഥാനാർത്ഥി ഒരുപക്ഷെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമന്ത്രിയാകാം, ദേശീയ നേതാവായി വരാം എന്ന സാധ്യതയാണ്. ഒന്ന്, തിരുവനന്തപുരത്ത് BJP-യുടെ സംസ്ഥാന നേതാക്കൾക്ക് പോലും ഒരു വ്യക്തതയുമില്ല ആരായിരിക്കും സ്ഥാനാർത്ഥിയെന്ന്. നേരത്തെ ഈ മണ്ഡലത്തിന് ദേശീയ നേതൃത്വം ചുമതല നൽകിയത് കേന്ദ്ര വിദേശകാര്യമന്ത്രി S ജയശങ്കറിനാണ്. അതുകൊണ്ടാണ് ജയശങ്കർ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രാഥമിക പ്രവർത്തനങ്ങളടക്കം അവലോകനം ചെയ്യുന്നത്. ഒരുപക്ഷെ നിർമ്മലാ സീതാരാമന്റെ പേര് പലവട്ടം ഉയർന്നു കേട്ട മണ്ഡലമാണ്. S ജയശങ്കർ ഉണ്ട്. നേരത്തെ നികേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഒടുവിൽ രാജീവ് ചന്ദ്രശേഖർ എന്ന ഒരു വ്യക്തിയുടെ ആ ഒരു MP കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖറിന്റെ പേരാണ് തിരുവനന്തപുരത്ത് ഉയർന്നു കേൾക്കുന്നത്. ഏതായാലും പോരാട്ടം കടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസിന് ശശി തരൂരല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥി തിരുവനന്തപുരത്തില്ല ആദ്യഘട്ടം മുതൽ തന്നെ. കാരണം വിശ്വപൗരൻ, അതിനപ്പുറത്തേക്ക് ശശി തരൂർ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമാണ്. ശശി തരൂരിനപ്പുറത്തേക്ക് ഒരു വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ഇല്ലെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തലും. അതുകൊണ്ട് അദ്ദേഹം നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. UDF-ഉം അതിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ നേരത്തെ തുടങ്ങി. കോൺഗ്രസ് തുടങ്ങുന്നതിന് മുമ്പ് മുസ്ലിം ലീഗ് തിരുവനന്തപുരത്ത് പ്രവർത്തനം തുടങ്ങിയെന്നത് പ്രധാനപ്പെട്ടതാണ്. അത് വളരെ പ്രാധാന്യമുണ്ട് ആ കാര്യത്തിന്. അത് വരും നാളുകളിൽ ആ കാര്യം ചർച്ച ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. LDF സ്ഥാനാർത്ഥി ആരാകുമെന്നതാണ് ഒരു വ്യക്തതയുമില്ല. സ്ഥാനാർത്ഥികളുടെ പേരുകൾ പറഞ്ഞു കഴിഞ്ഞു 20 അവസാനമായിട്ടുള്ള ഒരു വിശകലനത്തിലേക്ക് ശ്രീത്തിലേക്ക് വളരെ പെട്ടെന്ന് പോയി. ശ്രീജിത്ത്, 20 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് വെച്ചത്. അതിൽ തന്നെ ഒരു സീലിംഗ് ടൈം എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും? അടുത്ത ആഴ്ചയോടുകൂടി ഒരു അന്തിമ രൂപമാകുമോ എല്ലാ മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ? CPM-ന്റെയും CPI-യുടെയും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നാളെ മുതൽ ആരംഭിക്കുകയാണ്. CPI ആദ്യം ഈ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുമ്പ് വേണോ സ്ഥാനാർത്ഥി പട്ടിക എന്ന കാര്യത്തിൽ തന്നെ ഒരു കൺഫ്യൂഷനുണ്ട്. അതിൽ നാളത്തോടെ വ്യക്തതയാകും. CPM-ന്റെ നേതൃയോഗങ്ങൾ മറ്റന്നാൾ മുതൽ തിരുവനന്തപുരത്ത് ആരംഭിക്കുകയാണ്. LDF-ന്റെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട അന്തിമ ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി 10-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് LDF-ന്റെ നേതൃയോഗവും ചേരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ സീറ്റ് നിർണയവുമായി ബന്ധപ്പെട്ട ഔപചാരിക ചർച്ചകളിലേക്ക് കടക്കുമെന്ന് ഉറപ്പാണ്. എന്തായാലും ഈ മാസം അവസാനത്തോടെ അല്ലെങ്കിൽ പകുതി പിന്നിടുന്നതോടെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ വ്യക്തത ഉണ്ടാകുമെന്നാണ് കഴിഞ്ഞ ദിവസം സംസാരിക്കുമ്പോഴും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ
അരവിന്ദൻ വ്യക്തമാക്കിയത്. അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. സംഘടനാപരമായി കാര്യങ്ങൾ LDFിൻ്റെ ഭാഗത്ത് അവർ ഒരുക്കങ്ങളെല്ലാം ഏതാണ്ട് പൂർത്തിയായ നിലയിലാണ്. UDFിൻ്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ലീഗിൻ്റെ 3ാം സീറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഒരു തർക്കം നിലനിൽക്കുന്നത്. അക്കാര്യത്തിൽ വരുന്ന രാജ്യസഭാ സീറ്റ് അവർക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലും ഒരു തീരുമാനം വൈകാതെ ഉണ്ടാകും. NDAയുടെ കാര്യത്തിൽ നേരത്തെ തന്നെ ജനുവരി 31 തന്നെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമെന്നും അതിൽ ആറ്റിങ്ങിലും തൃശ്ശൂരും പ്രഖ്യാപനം വരുമെന്നും കരുതിയിരുന്നു. എന്നാൽ ഇതുവരെയും BJPയുടെ 100 പേരുടെ 100 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടികയ്ക്കൊപ്പമുള്ള കേരളത്തിലെ പേരുകൾ ഇതുവരെ വന്നിട്ടില്ല. എന്നാലും ഏത് നിമിഷവും വരാം എന്നാണ് BJP നേതാക്കളും പറയുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പിന് കേരളം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കേരളം സജ്ജമായി കഴിഞ്ഞു. രാഷ്ട്രീയ അരങ്ങ് ഉണർന്നു കഴിഞ്ഞു. നാളെ UDFിൻ്റെ കോൺഗ്രസിൻ്റെ സമരാഗ്നി ആരംഭിക്കുന്നു. ഒപ്പം കേന്ദ്ര വിരുദ്ധ സമരത്തോടുകൂടി CPIഎമ്മും LDFും ഒരു തെരഞ്ഞെടുപ്പ് ട്രാക്കിലേക്ക് സജീവമായി എത്തിയിരിക്കുന്നു എന്നതാണ് സ്ഥിതി. BJPയും ശക്തമായി തന്നെ പ്രചാരണ രംഗത്തുണ്ട്. അങ്ങനെ തെരഞ്ഞെടുപ്പ് രംഗം ഉയരുകയാണ്. ശരി, ഷീജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. കഴിഞ്ഞ തവണ ആദ്യം LDF സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നു. അത് കഴിഞ്ഞതിന് ശേഷം സാധാരണഗതിയിൽ UDFിലെ കക്ഷികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരം ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് സീറ്റ് വേണം, അതുണ്ടായില്ല. പിന്നീട് ഗ്രൂപ്പുകൾ തമ്മിൽ മത്സരം ഉണ്ടാവുമല്ലോ, പിന്നീട് വ്യക്തികൾ തമ്മിൽ മത്സരം ഉണ്ടാവില്ല, അതൊന്നും ഉണ്ടായില്ല. വളരെ സമാധാനപരമായി UDF ഓരോ സ്ഥാനാർത്ഥിക്കും ബദലായി സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ചുകൊണ്ടാണ് 19, യഥാർത്ഥത്തിൽ 20 ആലപ്പുഴ തെറ്റിത്തെറിച്ച് വീണതാണ്. അപ്പോൾ അങ്ങനെ അത്രയും ശക്തമായ വിജയം നേടാനായിട്ടുള്ളത്. ഇത്തവണ ആരായിരിക്കും ആദ്യം സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുക, ആരാണ് പ്രതിരോധം ഉയർത്തുക, BJPക്ക് എത്ര കണ്ട് 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ മത്സരം ഉണ്ടാക്കാൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങളാണ്. അതൊക്കെ നമുക്ക് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കടക്കുകയാണ്. തീർച്ചയായും. അതെ.